ഒരുമിച്ച് ഒരുമനപ്പെട്ട് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഇന്ന് വാഗ്ദത്തങ്ങൾ ഏറ്റുപറയാം. വാഗ്ദത്ത വചനങ്ങളെ നമുക്ക് ഏറ്റുപറയാം. എൻ്റെ കൂടെ എന്ന് പറഞ്ഞാട്ടെ, കാൽവരി ക്രൂശിൽ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ പാപിയല്ല, നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനുമാണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുമാനപ്പെട്ട് എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ എനിക്ക് ദിവ്യാരോഗ്യമുണ്ട്. ദീർഘായുസോടെ ഇരുന്ന് കർത്താവിൻ്റെ സമൃദ്ധി ഞാൻ അനുഭവിക്കും, കർത്താവിൻ്റെ നന്മ ഞാൻ അനുഭവിക്കും. ഞാൻ വായ്പ മേടിക്കത്തില്ല, വാരി വിതറിക്കൊടുക്കും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല. ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ തിരുസന്നിധിയിൽ നിന്ന് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. എല്ലാ കാര്യങ്ങളെയും കർത്താവ് നമ്മുടെ നടുവിൽ അനുഗ്രഹമാക്കി മാറ്റുന്നല്ലോ. സകല വിഷയത്തിന്റെ മേൽ ദൈവം നമ്മളെ അത്ഭുതമാക്കി മാറ്റുന്ന ദൈവത്തിന്റെ വൻകൃപയ്ക്കായി സ്തുതിക്കുന്നു. ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് വിശ്വാസത്തോടെ തന്നെ മുന്നോട്ട് പോകാം. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യുവാൻ ഇടയായിത്തീരും. നമുക്ക് ദൈവസന്നിധിയിൽ സ്തുതിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ട വചന ചിന്ത എന്തിനെ പറ്റിയുള്ളതാണ്? ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? മിനിഞ്ഞാന്നത്തെ അല്ല, ഇന്നലത്തെ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? പാമ്പ് പിശാചിന്റെ താഴെയല്ല, പിശാചിന്റെ മേലെയാണ് വർഗം വെപ്പിച്ചു. ആമേൻ. വാഴ്ചകളെ അധികാരങ്ങളെയും ക്രൂശിൽ ആയുധവർഗം വെപ്പിച്ച് അവരുടെ മേൽ കർത്താവിൽ ജയോത്സവം കൊണ്ടാടി എന്ന വചനമാണ് നമ്മൾ കേട്ടത്. തുടർച്ചയായിട്ട് കർത്താവിൻ്റെ വചനങ്ങളെ കേൾക്കാം, അത്ഭുതങ്ങളെ അനുഭവിക്കാം, കർത്താവിൻ്റെ ആലോചനകളെ നമുക്ക് സ്വീകരിക്കാം. കർത്താവിൻ്റെ വലിയ കൃപയ്ക്കായി ദൈവം നമ്മളെ സ്തുതിക്കുന്നല്ലോ. വൻ കാര്യങ്ങളെ കർത്താവ് നമ്മുടെ നടുവിൽ ചെയ്യുന്നതിനായി സ്തുതിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ഒരുമനപ്പെട്ട ദൈവസന്നിധിയിൽ ഇന്ന് പ്രാർത്ഥനയോടെ തന്നെ എല്ലാ കാര്യങ്ങളും കർത്താവ് നമ്മളെ അനുഗ്രഹവും അത്ഭുതവുമാക്കി മാറ്റും. ദൈവസന്നിധിയിൽ വിശ്വസിക്കാം, കർത്താവിൻ്റെ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മളെ സകലത്തിലും അത്ഭുതമാക്കി മാറ്റുന്ന കരുണയ്ക്കായി ഞാൻ സ്തുതിക്കുന്നു. ഞാനൊന്നുകൂടെ പറഞ്ഞോട്ടെ, നിങ്ങൾ സൂമിൽ വീഡിയോ ഓണാക്കി വെച്ചിരിക്കുന്നവർ എപ്പോഴും ശ്രദ്ധിക്കുക. നിങ്ങൾ കഴിവതും ഒരു പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്നത്, നിങ്ങളെല്ലാവരും നന്നായിട്ട് തന്നെയാണ് ഇരിക്കുന്നതെങ്കിലും ആരെങ്കിലുമൊക്കെ പുതുതായിട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീടിൻ്റെ അകത്തുനിന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മറന്നു വെച്ചിട്ട് കിടന്നുകൊണ്ടൊന്നും കേൾക്കാതെ ചാടി എണീറ്റ് വസ്ത്രമൊക്കെ നന്നായിട്ട് ധരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, വീട്ടിലിരിക്കുന്ന മനോഭാവത്തിലിരിക്കല്ലേ. ഒരു പ്രാർത്ഥനയ്ക്കകത്താണ് പരിശുദ്ധാത്മാവിൻ്റെ വലിയ കാര്യങ്ങൾ, വലിയ പ്രവൃത്തികൾ നമുക്ക് അനുഭവിക്കുമ്പോൾ ബൈബിളിൽ ഒരു വാക്ക്, നമ്മൾ ദൈവത്തെ മാനിക്കുകയാണ്. അപ്പോൾ ദൈവസന്നിധിയിൽ തന്നെയാണ് നമ്മളിരിക്കുന്നത്. നിങ്ങളുടെ വീട്ടിലാണെങ്കിലും കൂട്ടായ്മയ്ക്കകത്താണ്. അപ്പം നിങ്ങൾ പെട്ടെന്ന് തന്നെ ഷട്ടൊക്കെ ഊരിയൊന്നായിട്ട് നിൽക്കേണ്ട. ഷട്ടൊക്കെ എടുത്തിട്ട് നിങ്ങൾ വസ്ത്രമൊക്കെ നന്നായിട്ടിട്ട് മാന്യമായിട്ട് തന്നെ ഒരു പ്രാർത്ഥനയിൽ ഇരിക്കുന്നത് പോലെ ഇടുക. വീഡിയോ ഓണാക്കുന്നതുകൊണ്ട് സന്തോഷമാണ്, ഒരു കുഴപ്പമില്ല. മാന്യമായിട്ട് തന്നെ ഇരിക്കുക, സന്തോഷത്തോടെ തന്നെ ഇരിക്കുക. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. വലിയ പ്രവൃത്തിക്കായി സ്തുതിക്കുന്നു. ഇന്ന് സൂമിൽ തുടർമാനോട് നടക്കുന്ന മീറ്റിംഗ് ആണ്. ഞാൻ യൂട്യൂബിലും ആദ്യമായിട്ടൊക്കെ ലൈവിൽ കാണുന്നതോട് പറയുകയാണ്. നിങ്ങൾക്ക് ആ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ സൂമിൻ്റെ ID. അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ കാണുന്നവർക്കും അവിടെ ലിങ്ക് ഉണ്ട്, നിങ്ങൾക്ക് അതിലൂടെ പ്രവേശിക്കാവുന്നതാണ്. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് നമുക്ക് ദൈവസന്നിധിയിൽ ഇന്ന് ബലപ്പെടാം. കർത്താവ് സകലത്തിലും നമ്മളെ അത്ഭുതമാക്കി മാറ്റുന്ന സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരുണയ്ക്കായി സ്തുതിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം കേട്ട വാക്യം ഇതാണ്: വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ കർത്താവ് ജയോത്സവത്തെ കൊണ്ടാടി. അപ്പൊ ജയത്തിന്റെ ഉത്സവത്തെ കൊണ്ടാടിയ ഒരു കർത്താവ്. നമുക്കറിയാം, പലപ്പോഴും കാഴ്ചപ്പാടുകൾക്കകത്ത് നമ്മൾ പല സ്ഥലങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥനകൾ കൈക്കൊള്ളുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ കയറിയിട്ടുണ്ട്, അല്ലേ? ഞാൻ നിങ്ങളോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, വിശ്വാസ ജീവിതത്തിൽ പല പ്രസംഗങ്ങളും സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവർ അനുഭവങ്ങൾ, അവർ വന്ന ഒരു അനുഭവ മാർഗത്തിലെ പലതും അവരെ സ്വാധീനിക്കുന്നതുണ്ട്. അപ്പോൾ അവിടെ എന്താണ് അവിടെ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ കാഴ്ചപ്പാടുകളും അതിനോടൊപ്പം കയറി വരുന്ന പല കാര്യങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. പലരുടെയും ജീവിതത്തിൽ പല കാഴ്ചപ്പാടുകളും കയറി വരും. അപ്പോൾ അത് പലപ്പോഴും നമ്മൾ വിശ്വാസത്തിൽ കയറുന്ന സമയത്ത് നമ്മൾ അതൊക്കെയും ബാധിക്കും. എന്നാൽ യഥാർത്ഥ സത്യം വചനമാണ്. ഞാൻ ആ വാക്യത്തിലേക്ക് ഒന്ന് പ്രവേശിക്കാം. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒന്ന് മനസ്സിലാകുവാൻ ഇടയായിത്തീരും. തിരുവചനത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ അവൻ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവത്തെ കൊണ്ടാടി. നിങ്ങൾക്കത് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിലെ വാക്യമാണ്.
അവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവത്തെ കൊണ്ടാടി അവരെ പരസ്യമാക്കിയ കാഴ്ചയാക്കി. നോക്കി, ഇവിടെ വചനം പറയുന്നു, വാഴ്ചകൾ, അധികാരങ്ങൾ, ആയുധവർഗം വെപ്പിച്ച്. അപ്പം നിങ്ങൾക്കെതിരെ ഒരു പ്രതിസന്ധി വരുമ്പോൾ പിശാചിന്റെ ഏതെങ്കിലുമൊക്കെ, ഞാൻ പറഞ്ഞില്ല, ആത്മമണ്ഡലം ഉണ്ട്, നമ്മൾ കാണാത്ത, നമ്മൾക്ക് അദൃശ്യമായ മണ്ഡലങ്ങളുണ്ട്. ഇപ്പം നമ്മുടെ പ്രാർത്ഥനയിൽ തടസ്സങ്ങൾ നീങ്ങി, ചിലപ്പോൾ പറയില്ല ബ്രദറെ ഒത്തിരി തടസ്സങ്ങൾ ഉണ്ടായിരുന്നു, അതൊക്കെ നീങ്ങിപ്പോയെന്നൊക്കെ പറയുമ്പോൾ എങ്ങനെയാ അത് നീങ്ങുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആത്മമണ്ഡലത്തിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഓപ്പറേറ്റ് ചെയ്യുകയാണ്. കൊലോസി ലേഖനം 2-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യമാണ്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ആത്മമണ്ഡലത്തെ നിങ്ങൾക്ക് തൊടാൻ പറ്റും. അതായത് നിങ്ങളൊരു സാധാരണ പ്രാർത്ഥനക്കാരല്ല. ഞാൻ എൻ്റെ ഉള്ളിൽ ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാவோട് പല കാര്യങ്ങളും സംസാരിക്കാൻ ഇടയായി തീർന്നു. ഈ ഒരു ദിവസത്തിൻ്റെ അകത്ത് പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു ദർശനത്തിലും കൃപാവരത്തിലും ഒക്കെ എനിക്കും പ്രയോജനപ്പെടണമെന്ന് ആഗ്രഹമുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടോ? അങ്ങനെയൊക്കെ പ്രയോജനപ്പെടണമെന്ന് ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടോ? ആമേൻ. അങ്ങനെ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ശുശ്രൂഷ, ഈ ഒരു കൂട്ടായ്മ പരിശുദ്ധാത്മാവ് അങ്ങനെ നിർമ്മിച്ചിരിക്കുന്ന കൂട്ടായ്മയാണ്. ഈ കൂട്ടായ്മയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, കർത്താവ് നിങ്ങളെ ഒരു നേതാവും ബാക്കി എല്ലാവരും ഇങ്ങനെ ഒരാളുടെ പുറകെ ഓടുന്ന പരിപാടിയല്ല. ദൈവം ആക്കി വെച്ചൊരു ഇടയനായ വ്യക്തിയായ കർത്താവ് എന്നെ ആക്കി വെച്ചിരിക്കുന്നു. അത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ, നിങ്ങളെക്കാൾ മിടുക്കനായതുകൊണ്ടല്ല, നിങ്ങളെക്കാൾ ബൈബിൾ പൗലോസ് പറഞ്ഞതുപോലെ ബലമുള്ളതിനെ ലജ്ജിപ്പാൻ ദൈവം ബലഹീനവും കുലഹീനവും നികൃഷ്ടവും ഏതുമില്ലാത്ത നിങ്ങളിൽ ഏറ്റവും കുറവുള്ള ഒരാളെയാണ് തമ്പുരാൻ എടുത്തിരിക്കുന്നത്. അതാണ് ഞാൻ. അപ്പൊ കർത്താവ് തന്നൊരു ദർശനം എന്ന് പറഞ്ഞാൽ, എല്ലാവരെയും അതിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ നാട്ടിൽ, നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ ദേശത്ത്, നിങ്ങൾ ഏത് രാജ്യത്തായിരുന്നാലും ഒരു ബ്രദറിന്റെ സഹായത്താലല്ല, നിങ്ങളിലൂടെ കർത്താവിന് പ്രവർത്തിക്കണം. ബ്രദർമാർ എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അത് പറഞ്ഞു തരാനും ഇനി അങ്ങനെ ഒരു പകർച്ച പരിശുദ്ധാത്മാവ് തരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിലൂടെ കൊണ്ടുപോകാൻ വേണ്ടിയാണ്. അപ്പൊ അങ്ങനെ ഒരു ശുശ്രൂഷയാണ് ഇനി മുതൽ. ശ്രദ്ധിച്ചോണം. നിങ്ങളിലേക്ക് ഒത്തിരി ആൾക്കാർക്ക് അത് തുറന്നു കിട്ടി, അവർ ആത്മീയ കണ്ണുകളെ തുറന്നു കേൾക്കാൻ വലിയ സന്തോഷം. പലരിലൂടെയും കൃപാവരങ്ങൾ, പരിശുദ്ധാത്മാവ് രോഗസൗഖ്യങ്ങളിലും പല കൃപാവരങ്ങളും തുറന്നത് കേൾക്കുന്നത് വലിയ സന്തോഷം. ഇതിൽ കൂടുതൽ പ്രയോജനപ്പെടുക. നിങ്ങൾക്കത് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ആ ദർശനങ്ങൾ തുറന്നു വരും, നിങ്ങൾക്ക് പ്രവചന വരങ്ങൾ തുറന്നു വരും, ആത്മീയ വരങ്ങൾ കാണാൻ പറ്റും. പക്ഷെ ശ്രദ്ധിച്ചിരുന്നോണം, ഞാൻ എപ്പോഴും പറഞ്ഞു, 2 കാര്യം മറന്നു പോരുത്. ഒന്ന്, താഴ്മ നമുക്കുണ്ടായിരിക്കണം, നെഗളം വരരുതേ, താഴ്മ ധരിക്കുക. 2, കൂട്ടായ്മയിൽ ശക്തിപ്പെടുക. ഇത് 2ഉം മറന്നു പോകരുത്. ഇത് മറക്കല്ല്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കീയാണ്. ഞാൻ എൻ്റെ വിശ്വാസ ജീവിതത്തിൽ 2012 മുതൽ കർത്താവിൻ്റെ സുവിശേഷം പറയാൻ തുടങ്ങി. ഈ ഒരു നിമിഷം വരെയും ദൈവം നിർത്തിയതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലായ ഒരു കാര്യം, നെഗളിക്കുവാൻ ലഭിക്കുന്ന ഒരവസരവും എന്ത് ചെയ്യരുത്? പ്രോത്സാഹിപ്പിക്കരുത്. നമുക്ക് എന്തോ ആയെന്നൊരു തോന്നൽ നമുക്ക് വന്നാൽ, പലപ്പോഴും ഞാൻ പറയാറുണ്ട്, എനിക്ക് ലഭിക്കുന്ന ഓരോ പ്രസംഗത്തിന്റെ സ്റ്റേജും ഞാൻ പ്രാർത്ഥിക്കും, കർത്താവേ, ദൈവഹിതമുള്ളതേ ലഭിക്കാവുള്ളൂ. ദൈവഹിതം എപ്പോഴും ഓർത്തോണം. കർത്താവിൻ്റെ ഹിതം അന്വേഷിക്കുകയും താഴ്മ ധരിക്കുകയും, നിങ്ങൾക്ക് താഴ്മ ധരിക്കാൻ തയ്യാറെങ്കിൽ ദൈവം നിങ്ങളെ ഉയർത്തും. താഴ്മയെന്ന് പറഞ്ഞ വാക്കിലെ താഴ്മയല്ല, നമ്മുടെ ജീവിതത്തിൽ ദൈവനാമത്തിന് മഹത്വം. നമുക്ക് പുകഴുവാൻ ഒന്നുമില്ല, ദൈവം തന്നതല്ലാതെ ഒന്നുമില്ല. നല്ലൊരു വസ്ത്രം ലഭിച്ചാൽ, ആഹാരം ലഭിച്ചാൽ, പൊസിഷൻ കിട്ടിയാൽ, കുടുംബത്തിൽ എന്തെങ്കിലും ഉണ്ടായാൽ, എല്ലാം ദൈവം തന്നതല്ലാതെ ഒന്നുമില്ല. മിടുക്കനായിട്ടല്ലെന്ന് എപ്പോഴും ഓർത്തോണേ. മിടുക്കനായതുകൊണ്ടല്ല, കൃപ തോന്നിയത് കൊണ്ടാണ്. ആമേൻ. അപ്പോൾ ഈ ദിവസങ്ങളിൽ അതിനുള്ള പ്രയോജനപ്പെടുവാനുള്ള ക്ലാസ്സുകൾ വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് തരുന്നുണ്ട്. അങ്ങനെയുള്ള കൃപാവരങ്ങൾ ജ്വലിക്കുവാനും കർത്താവിൻ്റെ ശുശ്രൂഷയിൽ വളരുവാനുമുള്ള പരിശുദ്ധാത്മാവ് തരുന്ന നിയോഗങ്ങൾ പോലെ ഞാൻ നിങ്ങൾക്കത് കൈമാറും. നിങ്ങൾക്കത് അനുഗ്രഹമായി തീരുന്ന ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ പ്രാർത്ഥനയോടെ തന്നെ പറഞ്ഞത് പൊതുപ്രയോജനത്തിനാണ്. പൊതുപ്രയോജനത്തിനും അനേകരെ സഹായിക്കാൻ വേണ്ടി. ഇപ്പം ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് കൃപാവരങ്ങളിലൂടെ നിങ്ങളെ ശുശ്രൂഷിക്കുമ്പോൾ, പ്രത്യേകിച്ച് പ്രവചന വരത്തിലൂടെയും മറ്റ് കൃപാവരങ്ങളിലൂടെയൊക്കെ നിങ്ങളെ കർത്താവിൽ സഹായിക്കുകയാണ്. ദൈവം തന്ന ആ വരത്തിലൂടെ അപ്പോസ്തലനായ പൗലോസ്ലീഹ പറഞ്ഞതുപോലെ പൊതുപ്രയോജനത്തിനായി. അതുകൊണ്ടാണ് പലരും പറയത്തില്ല, ബ്രദറെ, ഞാൻ എന്നാൾ ഓർക്കുന്നുണ്ട്, ഒരു സഹോദരൻ എന്നെ വിളിച്ച് ടെസ്റ്റിമണി പറഞ്ഞൊരു സാക്ഷ്യം പറഞ്ഞത് ഞാൻ കേൾപ്പിച്ചോന്ന് എനിക്കറിയത്തില്ല, നേരത്തെ കേട്ടാന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അദ്ദേഹം വിശ്വാസിയല്ല. അദ്ദേഹം യാദൃശ്ചികമായിട്ട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ പിതാവാണോ അതോ അദ്ദേഹത്തിൻ്റെ അമ്മാവനാണോ ആരാണ്ട് കാണാൻ ഇടയായി തീർന്നു. അപ്പോൾ അദ്ദേഹം ഒരു വല്ലാത്തൊരു കേസിൽ അകപ്പെട്ടിരിക്കുകയായിരുന്നു. ഒരു കുടുംബ വിഷയമായിട്ട് ബന്ധപ്പെട്ട്
ഒരു കേസിൽ അകപ്പെട്ടിരിക്കുമായിരുന്നു. അപ്പൊ യാദൃശികമായിട്ട് ഈ അമ്മായച്ചനോ ഈ അമ്മാവനോ ആരോണ്ട് ഈ മെസ്സേജ് കേട്ടു. ആ മെസ്സേജ് വചനം കേട്ട സമയത്ത് അതിൻ്റെ അകത്ത് കർത്താവ് ഒരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുമായിരുന്നു. ഒരു വ്യക്തിയുടെ ഒരു പേര് വെളിപ്പെടുത്തുകയും ആ വ്യക്തിയെ പറ്റി കുറേ കാര്യങ്ങൾ സംസാരിച്ചു. അങ്ങനെ എന്നെ വിളിക്കാൻ ഇടയായി തീർന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ ഇങ്ങനെ ഒരു പ്രാർത്ഥന അറ്റൻഡ് ചെയ്തിട്ടില്ല, ഇങ്ങനെ ഒരു പ്രാർത്ഥനകളിൽ പോയിട്ടില്ല, പക്ഷെ ഞാൻ ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്ന കേസിന്റെ സൊല്യൂഷനാണ് ആ ഒരു പ്രാർത്ഥനയിൽ വെളിപ്പെട്ടത്. അതായത് ആ വ്യക്തിയുമായിട്ട് നമുക്ക് ആർക്കും ബന്ധമില്ല, ഈ അമ്മാവനുമായിട്ട് ബന്ധമില്ല, ഈ വ്യക്തിയുമായിട്ട് ബന്ധമില്ല, ഇനി പറയപ്പെട്ട വെളിപ്പെട്ട വ്യക്തിയായിട്ട് നമുക്ക് ഒരു പരിചയവും ഇല്ല. പക്ഷേ ഇവരുടെ വിഷയത്തിന്റെ പരിഹാരത്തെ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുകയാണ്? തുറക്കുകയാണ്. അപ്പൊ അവരെ ആ തകർച്ചയിൽ നിന്നും സഹായിക്കുവാൻ കൃപാവരത്തിന് കഴിയും. അതാണ് കൃപാവരത്തിന്റെ പ്രത്യേകത. തകർന്നിരിക്കുന്ന അനേക വ്യക്തികളെ എന്ത് ചെയ്യാൻ പറ്റും? സഹായിക്കാൻ പറ്റും. ഞാൻ നിങ്ങളുടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൃപാവരങ്ങളെ പറ്റി പറഞ്ഞിട്ട് നമുക്ക് ഈ വാഴ്ചകളിലേക്ക് വരാം. ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, കോട്ടയത്ത് ഒരു ഭവനത്തിൽ ഞാൻ പോകുന്ന സമയത്ത് യാദൃശ്യം എന്ന് പറഞ്ഞാൽ വിളിക്കപ്പെട്ടു പോയതാണ്, മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോയതാണ്. പക്ഷെ അവിടെ ചെന്നപ്പം ആ ചെന്ന കുടുംബത്തിൽ ഇളയ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കാനാണ് പോയത്. പക്ഷെ പെട്ടെന്ന് പരിശുദ്ധാത്മാവ് മറ്റൊരു വ്യക്തിക്ക് വേണ്ടി, അവിടെയുള്ള മൂത്തയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിയോഗം തന്നു. ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് ഒരു വാക്ക് പറഞ്ഞില്ല, നീ മരിക്കാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുവാണ്. കർത്താവ് പറയുന്നു, നീ മരിക്കത്തില്ല, ദൈവത്തിന്റെ പ്രവൃത്തിയെ നീ കാണാൻ വേണ്ടി പോകണം. അപ്പോഴാണ് അവർ പറഞ്ഞത്, അവർ കടം കയറി നശിച്ചിട്ട് ഭാര്യയും 2 മക്കളും ആത്മഹത്യ, ട്രെയിനിന് തലവെച്ച് മരിക്കാൻ വേണ്ടി, കോട്ടയത്ത് റെയിൽവേ ട്രെയിനിന് തലവെച്ച് മരിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്ന അവരെ നോക്കിയിട്ട് കർത്താവ് പറയും, നീ മരിക്കത്തില്ല, കർത്താവിന്റെ സാക്ഷ്യം. കണ്ടോ? അപ്പൊ ആ കൃപാവരത്തിന് എന്ത് ചെയ്യാൻ പറ്റി? അവരുടെ അവസ്ഥകളെ മാറ്റുവാൻ കഴിഞ്ഞു. ഇതാണ് കൃപാവരത്തിന്റെ ശുശ്രൂഷ. ഇങ്ങനെയുള്ള ഇത് കിട്ടിയിട്ട് നിങ്ങൾ ചിന്തിക്കരുത് നിങ്ങളുടെ സ്വന്തം ആവശ്യത്തിനോ ഇത് പണത്തിന് വേണ്ടി നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഇത് പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണമാണ്. ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് പറയുന്നെങ്കിൽ പോലും എൻ്റെ നിയന്ത്രണത്തിലല്ല ഇതൊന്നും പോകുന്നത്. എനിക്കിപ്പം പെട്ടെന്നൊരു എന്നെ തട്ടിക്കൊണ്ട് പോയിട്ട് നിങ്ങളിപ്പം ഒരാളുടെ പ്രവചിക്കാൻ പറഞ്ഞാൽ ഇത് വരത്തില്ല. ഇത് പരിശുദ്ധാത്മാവ് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ പരിശുദ്ധാത്മാവിന് ഇഷ്ടം താഴ്മയുള്ളവരെയാണ് പരിശുദ്ധാത്മാവ് ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത്. കർത്താവിനെ ബഹുമാനിക്കുകയും കർത്താവിനെ ഉപദേശിച്ചു തരുന്ന ആ ഒരു ദൈവദാസന്മാരെയും അഭിഷക്തന്മാരെയും കീഴ്പ്പെടുന്നവരെയാണ് പരിശുദ്ധാത്മാവിന് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ പറഞ്ഞ അടിമയാകുന്നവരെയല്ല. കർത്താവിന്റെ നാമത്തിൽ നമ്മൾ സ്നേഹത്തിലാണ് നിലനിൽക്കുന്നത്. കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. അപ്പൊ തുടർച്ചയായിട്ടുള്ള ക്ലാസ്സുകളുണ്ട്. പ്രാർത്ഥനയോടെ ഏത് സമയത്താണ് അതിന്റെ ക്ലാസ് എന്ന് എനിക്ക് അറിയത്തില്ല. എപ്പോഴാണോ പരിശുദ്ധാത്മാവ് തുറക്കുന്നത്, അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ മിസ്സാക്കരുത്. എനിക്കറിയത്തില്ല എപ്പോഴാണോ എൻ്റെ കർത്താവ് സംസാരിച്ചിട്ടുണ്ട്, എപ്പോഴാണോ എന്നാണോ. ചിലപ്പം ഇന്ന് പ്രാർത്ഥന തുടങ്ങുന്ന സമയത്ത് പെട്ടെന്നായിരിക്കും കർത്താവ് പറഞ്ഞത് ഇന്ന് ഈ ക്ലാസ് ആയിരിക്കും. അതുകൊണ്ട് ഏത് സമയത്തും പ്രതീക്ഷയോടെ ഇരിക്കുക, കർത്താവ് തുറക്കും. എങ്കിലും ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോഴും ഈ ശുശ്രൂഷയ്ക്കകത്തിരിക്കുമ്പോഴും ആ പകർച്ചകൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആത്മീയ കണ്ണുകൾ തുറക്കുന്ന ഒരു സമയമാണിത്. പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നതാണ്. ആമേൻ. പെട്ടെന്ന് എടുക്കുകയാണ്. അവിടെ പറയുകയാണ്, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി. നിങ്ങളായിരിക്കുന്ന രാജ്യത്ത് പല പട്ടണത്തിലും നമ്മൾ അറിയാത്ത അധികാരങ്ങളുണ്ട്, പല ശക്തികളുണ്ട്, പല ദുഷ്ടപിശാചുക്കളുണ്ട്, ആഭിചാരങ്ങളുണ്ട്, കൂടോത്രങ്ങളുണ്ട്, ബന്ധനങ്ങളുണ്ട്, ദേശത്തിന്റെ അധിപതികളുണ്ട്. ഇങ്ങനെ ഒത്തിരി സംഭവങ്ങളുണ്ട്. ഞാൻ പറഞ്ഞാൽ ഈവിൾ വേൾഡ് എന്ന് തന്നെ ബൈബിൾ പലപ്പോഴും പറഞ്ഞു. ഈ ദുഷ്ടലോകം, ഈവിൾ വേൾഡ് എന്നാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. ഗലാത്യ ലേഖനത്തിന്റെ 1-ാം അധ്യായത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഈ ദുഷ്ടലോകത്തിൽ നിന്നും നമ്മെ വിടിവിക്കേണ്ടതിന്. ഗലാത്യ ലേഖനം 1-ാം അധ്യായം എടുക്കുന്നില്ല, വായിച്ചാൽ മതി. ഈ ദുഷ്ടലോകം, ഇതൊരു ദുഷ്ടലോകമാണ്. ഈ ദുഷ്ടലോകത്തിൽ നമ്മളിപ്പോൾ കാണുന്ന പോലെ ഇപ്പം നമുക്കറിയാം, തുടർമാനമായിട്ട് ഒത്തിരി കൊലപാതകം, പ്രത്യേകിച്ച് നിങ്ങൾ തലമുറകൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കണം. കേരളത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മളിപ്പോൾ ഓരോ വാർത്ത കേൾക്കുമ്പോൾ ഓരോ ദിവസവും ഷോക്കായിട്ടാണ് നമ്മൾ എണീക്കുന്നത്. നിങ്ങൾ തലമുറകൾക്ക് വേണ്ടിയൊക്കെ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ദേശം വിടിവിക്കപ്പെടും. അധികാരമുണ്ട് കേട്ടോ. അപ്പൊ ഇതിന്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ദുഷ്ടശക്തിയുണ്ട്. ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്, 2013 സമയത്ത് സാത്താൻ വർഷിപ്പിന്റെ അകത്ത് അടിമപ്പെട്ടിരിക്കുന്ന 2 പെൺകുട്ടികളെ പുറത്തു കൊണ്ടുവരുവാൻ കർത്താവ് സഹായിച്ചു. ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട്, ആ ഒരു 2 പെൺകുട്ടികളും അവരുടെ വല്ലാത്തൊരു സ്റ്റേജിലായിരുന്നു. വേറെങ്ങുമല്ല, നമ്മുടെ കേരളത്തിലെ ഒരു വലിയ പട്ടണത്തിൻ്റെ അകത്താണ് സംഭവിച്ചത്. വേറെങ്ങുമല്ല, കേരളത്തിലെ ഒരു പട്ടണത്തിലാണ്.
അപ്പോൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഒരാളും അവർക്ക് സൈൻ കൊടുത്തിട്ടല്ല, ഞങ്ങളെ ഫോളോ ചെയ്ത് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരുന്ന കാറിൽ ഒരു ഡയറക്ഷനും ഇല്ലാതെ ഒരു 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 സ്ഥലം വരെ ഈവിൽ സ്പിരിറ്റിനാൽ നിയന്ത്രിക്കപ്പെട്ട ചില ആളുകൾ എന്ത് ചെയ്തു, ഫോളോ ചെയ്തു. പക്ഷെ അവിടെ കർത്താവിന്റെ ദൂതന്മാരുടെ വലിയൊരു പ്രൊട്ടക്ഷൻ നമുക്ക് അവിടെ ഉണ്ടാകാൻ ഇടയായി തീർന്നു. അപ്പൊ ഇത് നമ്മൾ കാണാത്തൊരു ലോകമുണ്ട്, നമുക്ക് അദൃശ്യമായ ഒരു ലോകമുണ്ട്. ഇത് നമ്മൾ പറയുന്നത് പോലെ തന്നെ പിശാശിന്റെ ലോകമല്ല, ഈവിൾ വേൾഡ് എന്ന് പറഞ്ഞത് പിശാശുക്കളാൽ നിയന്ത്രിക്കപ്പെട്ട ലോകമെന്നല്ല, ഇവിടെ ഉണ്ടത്. എന്നാൽ ബൈബിൾ പറയുന്നു യേശു ഇതിനെയൊക്കെയും ആയുധവർഗം വെപ്പിച്ചു. അപ്പൊ കർത്താവിന്റെ ശക്തി അവിടെ മനസ്സിലാക്കണം. ഏത് രാജ്യത്ത് നിങ്ങൾ ചെന്നാലും, ഏത് പട്ടണത്തിൽ ചെന്നാലും, ഏത് ഭവനത്തിൽ ചെന്നാലും, ഏത് മന്ത്രവാദത്തിന്റെ കൂട്ടി ചെന്നാലും, അവിടെ യേശു ക്രിസ്തുവിൽ സത്യവിശ്വാസത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ നിങ്ങളാണ് അവിടുത്തെ അധികാരി, നിങ്ങളാണ് അവിടുത്തെ വാഴ്ച, നിങ്ങളാണ് സകലത്തിന്റെ മീതെ ഇരിക്കുന്നവൻ. അതാണ് യേശുവിലുള്ളവൻ, ഇൻ ക്രൈസ്റ്റ്. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, എന്നെ ദൈവം ദേശത്തിന്റെ അധികാരിയാക്കി വെച്ചിരിക്കുന്നു പറഞ്ഞാണ്. അധികാരിയാക്കി വെച്ചിരിക്കുന്നു. ആമേൻ. അപ്പൊ നിങ്ങൾക്ക് ഞാൻ പലപ്പോഴും നമുക്ക് ഇതെങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നത്, നമുക്ക് എങ്ങനെയാണ് അനേകരെ വിടുവിക്കുവാനും വ്യക്തിപരമായിട്ട്. പലപ്പോഴും നിങ്ങൾ ഓർത്തുകൊണ്ടിരിക്കുന്നത് ബ്രദർ നിങ്ങളുടെ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ച് നിങ്ങളുടെ വിഷയത്തിന്റെ മേൽ ജയമെടുക്കണമെന്ന് അല്ലെങ്കിൽ വിടുതൽ കിട്ടണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹം. എനിക്ക് സന്തോഷമുള്ളത് നിങ്ങൾ എല്ലാവരുടെയും വീട്ടിൽ വരണം. പക്ഷേ നിർഭാഗ്യം വെച്ചാൽ ഇത്രയും ആളുകളുടെ ഭവനത്തിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് പെട്ടെന്ന് നടക്കുന്നൊരു കാര്യമല്ല. അതിനേക്കാൾ എളുപ്പ വഴി ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഭവനത്തെ ഒരത്ഭുതമാക്കി മാറ്റാൻ പറ്റും യേശുവിന്റെ നാമത്തിൽ. നിങ്ങൾക്ക് നിങ്ങളുടെ അനേക കുടുംബങ്ങളെ അനുഗ്രഹമാക്കി മാറ്റാൻ പറ്റും. ഇതിലേതാ എളുപ്പം? ഞാൻ വരുന്നതാണോ എളുപ്പം, അതോ നിങ്ങളിലൂടെ നടക്കുന്നതാണോ? ഏതാ എളുപ്പം? ഒന്ന് പറ. അപ്പൊ നിങ്ങളിലൂടെ നടക്കുന്ന തലം, അതാണ് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്. ഇതാണ് ആദിമ സഭകളിൽ നടന്നുകൊണ്ടിരുന്നത്. ആമേൻ. ഈ അധികാരത്തിന്റെ ശുശ്രൂഷയാണ് നിങ്ങൾ തിരിച്ചറിയാൻ വേണ്ടി പോകുന്നത്. ഇവിടെ നിങ്ങൾ നോക്കിയോണം, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം യേശു ക്രിസ്തു വെപ്പിച്ചു. ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി. ഇത് നടന്നത് 2000 വർഷങ്ങൾക്ക് പുറകോട്ടാ. അപ്പൊ 2000 വർഷം പുറകോട്ട് നടന്ന ഒരു കാര്യം ഇന്ന് പ്രാവർത്തിക തലത്തിലേക്ക് കൊണ്ടുവരുവാൻ ഇന്ന് ജീവിച്ചിരിക്കുന്ന വിശ്വാസികളിലൂടെയാണ് ഇന്ന് ഇത് കാണാൻ വേണ്ടി പോകുന്നത്. അതായത് യേശു ക്രിസ്തു സാത്താന്റെ തല തകർത്തു, അവന്റെ വാഴ്ചകളെയും അധികാരങ്ങളെയൊക്കെയും ആയുധവർഗം വെപ്പിച്ചു, അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി. എന്നാൽ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആളുകളെ ഈ ദുഷ്ടലോകമെന്ന് ബൈബിൾ പറയുന്നു. യേശു പറഞ്ഞു, ഈ ലോകത്തിൽ കഷ്ടമുണ്ട്, ധൈര്യപ്പെടുവിൻ, യേശു ലോകത്തെ ജയിച്ചിരിക്കുന്നു. കർത്താവ് പിശാചിനെ ചെങ്ങലക്കിടുവാൻ വേണ്ടി ഒരു സമയം വെച്ചിട്ടുണ്ട്. അതുവരെ ഇവനെ അഴിച്ചുവിട്ടിരിക്കുക. അപ്പൊ ഈ കാലഘട്ടത്തിൽ പിശാച് ഇവിടെയൊക്കെ ഉണ്ട്. എന്നാൽ ഇവന്റെ പ്രവൃത്തികളാണ് നമ്മൾ ഈ കേരളത്തിൽ കാണുന്ന പല അനർത്ഥങ്ങളും. ഇന്ന് തലമുറകളെ പിടിക്കുന്ന മദ്യമായിക്കോട്ടെ, മയക്കുമരുന്നായിക്കോട്ടെ, പല പ്രശ്നങ്ങളുടെയും പിന്നിൽ ഇവനെ സ്വാധീനിക്കുന്ന ചില പ്രവൃത്തികളാണ്. ഇവനെ സ്വാധീനിക്കുന്ന ചില ദുരാത്മാക്കൾ ഇതിനെതിരെ പ്രവർത്തിക്കും. ഇതിന്റെ സ്വാധീനമാണ് ഇവരെല്ലാം എന്ത് ചെയ്യുന്നത് അല്ലെങ്കിൽ അങ്ങനെ ചിന്തിച്ചു നോക്കി, ഒരാൾക്കൊരു കൊലപാതകം ചെയ്യണമെങ്കിൽ, ഒരാളെ നശിപ്പിക്കണമെങ്കിൽ, ഒരാളുടെ ജീവിതം മുടിപ്പിക്കണമെങ്കിൽ അവന് ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. അവനെ സഹായിക്കുന്ന ദുരാത്മാക്കളുണ്ട്. ഞാൻ ആ വിഷയത്തിലോട്ട് പോവല്ല. ഉൽപ്പത്തി പുസ്തകം വായിക്കുന്ന സമയത്ത് ബൈബിൾ പറയുന്നു, ആകാശം മുട്ടെ ഒരു ഗോപുരം ഉണ്ടാക്കാമെന്ന് നിമ്രോദ് പറയുന്നുണ്ട്. ഒരിക്കലും ആകാശമുട്ട, നിങ്ങൾക്കറിയാം, ഈ മുർജി ഖലീഫ പോലും എന്ത് ചെയ്യത്തില്ല, ഒരു പരിധിക്കപ്പുറം കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതിന്റെ ഭൂമിശാസ്ത്രപരമായ ചരിത്രം നോക്കിയാൽ മതി. നമുക്കൊരു പരിധിക്കപ്പുറം എന്ത് ചെയ്യത്തില്ല, ആകാശം മുട്ട ഒരു ഗോപുരം ഉണ്ടാക്കാൻ പറ്റത്തില്ല. കാര്യം നമ്മുടെ അന്തരീക്ഷത്തിൽ കുറച്ചും കൂടെ മുകളിലോട്ട് പോകുമ്പോൾ ഓക്സിജന്റെ അളവുകൾക്ക് വ്യത്യാസം വരും, ക്ലൈമറ്റുകൾക്ക് ചേഞ്ച് വ്യത്യാസം വരും. അവിടെ നമുക്ക് വലിയൊരു ബിൽഡിംഗ് ഉണ്ടാക്കാൻ പറ്റത്തില്ല. അതായത് ആകാശം മുട്ട ഒരു വലിയ ഗോപുരം എന്ത് ചെയ്യാം, ഒരു പരിധി വരെ ഉള്ളൂ. ഒരു 2 കിലോമീറ്ററോ 1.5 കിലോമീറ്ററോ അല്ലെങ്കിൽ 3 കിലോമീറ്ററോ, ഒരിക്കലും ഒരു 20, 30, 40 കിലോമീറ്റർ മുകളിലോട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയത്തില്ല, ഒരു ബിൽഡിംഗ് പണിയാൻ പറ്റത്തില്ല. ഇനിയിപ്പോൾ 100 കിലോമീറ്റർ അങ്ങോട്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. മനുഷ്യ നിർമ്മിതിയാൽ കഴിയത്തില്ല, ടെക്നോളജിക്ക് കഴിയത്തില്ല. പക്ഷേ നിമ്രോദിന് കഴിഞ്ഞു. അല്ലെങ്കിൽ അങ്ങോട്ട് അവൻ പോകാൻ നിന്നപ്പോൾ ദൈവം പറഞ്ഞു, ഇവരെന്ത് ചെയ്യുന്നു, ഇത് സംഭവിക്കാൻ വേണ്ടി പോകുന്നു. അപ്പൊ ഇവരെ സഹായിച്ച ചില സ്പിരിറ്റുകളുണ്ട്. ബൈബിൾ പറയുന്നു മല്ലന്മാരെന്ന് പറയും. അതായത് രാക്ഷസന്മാരായ ഈവിൾ സ്പിരിറ്റുകൾ, ഇവരുടെ സഹായം പണ്ട് ഭൂമിയിലുണ്ട്. അപ്പൊ നമ്മുടെ പല വിഷയത്തിന്റെ, അതുകൊണ്ടാണ് ഇന്നലെ വായിച്ച വാക്യത്തിൽ ഒരു വാക്യം യേശു പറഞ്ഞു, ഊമനായി അടച്ചിരുന്ന ദുരാത്മാവിനെ യേശു ശാസിച്ചു, അവൻ സംസാരിച്ചു.
രോഗത്തിന്റെ ആത്മാക്കളുണ്ട്, രോഗശക്തികളുണ്ട്. ഞാൻ എന്തുകൊണ്ടാണ് ഇന്ന് ഈ വിഷയം എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, കൃപാവരങ്ങളിൽ ഉപയോഗിക്കപ്പെടുവാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയാണ് ഇത് പറയുന്നത്. നിങ്ങളുടെ സ്പിരിച്വൽ ഐസ്, നിങ്ങളുടെ ആത്മീയ സെൻസേഷൻ, അതായത് നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇനി കാണാൻ വേണ്ടി പോവുക. നിങ്ങൾക്ക് ഇതുപോലെയുള്ള കാഴ്ചകൾ തുറക്കാൻ വേണ്ടി പോവുക. നിങ്ങളുടെ ആത്മീയ കണ്ണുകൾ തുറന്ന് നിങ്ങൾ ദർശനങ്ങൾ കാണാൻ വേണ്ടി പോവുക. പല വിഷയങ്ങളെ കർത്താവ് നിങ്ങൾക്ക് വെളിപ്പെടുത്താൻ വേണ്ടി പോവുക. പല രോഗത്തിന്റെ പിന്നിൽ മറഞ്ഞിരിക്കുന്ന ദുഷ്ടപിശാചുക്കളെ നിങ്ങൾക്ക് സെൻസ് ചെയ്യാൻ വേണ്ടി പോവാണ്. പേടിക്കൊന്നും വേണ്ട കേട്ടോ, നിങ്ങളെ തൊടത്തില്ല. നിങ്ങളെ തൊടാതിരിക്കാൻ വേണ്ടിയാണ് യേശു ക്രിസ്തു ഈ സകല വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചിരിക്കുന്നത്. ആമേൻ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ മനസ്സിലാക്കണം, നിങ്ങൾ വീടിൻ്റെ അകത്തിരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുക. എൻ്റെ കർത്താവേ, എൻ്റെ യേശുവേ, വചനമൊക്കെ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇതിൻ്റെ അകത്തെന്താണ് സംഭവിക്കുന്നത് അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല അല്ലേ? പ്രാർത്ഥിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നുവെന്ന് കാണാൻ പറ്റുന്നില്ലാത്തതാണ് കുഴപ്പം. എന്നാൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്നുള്ളതാണ് നമ്മളിനി കാണാൻ വേണ്ടി പോകുന്നത്. ഇന്നു മുതൽ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ആ തലങ്ങൾ കാണാനും കേൾക്കാനും പറ്റും. അപ്പം ഇനി മുതൽ ഓർത്തോണം, നിങ്ങൾക്ക് അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പല കാര്യങ്ങൾ വെളിപ്പെട്ടു വരും. യേശുവിൻ്റെ നാമത്തിൽ അത് സ്വീകരിച്ചോണേ. അടുത്ത വാക്യത്തിൽ പറയുകയാണ്, യേശു ക്രിസ്തു ആയുധവർഗം വെപ്പിച്ചു. ഇനി മർക്കോസിന്റെ സുവിശേഷത്തിൽ 14 അധ്യായത്തിൽ 23 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, പിന്നെ യേശു ക്രിസ്തു പാനപാത്രം എടുത്ത് സ്തോത്രം ചൊല്ലി അവർ കൊടുത്തിട്ട് പറയുകയാണ്, എല്ലാവരും ഇതിൽ നിന്ന് കുടിക്കുവിൻ, അനേകർക്കു വേണ്ടി ചൊരിയുന്ന നിയമത്തിന്റെ രക്തം ആകുന്നു. അപ്പം കർത്താവിന്റെ ശരീര രക്തത്തെ പറ്റി പറയുകയാണ്. അതായത് നമ്മുടെ കത്രുമേശ, തിരുമേശ, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പോലെ അപ്പനുറുക്കുകൾ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു മർമ്മമാണ്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് പല ആലയത്തിൽ കൂടുന്നവരായിരിക്കും. നിങ്ങൾ കർത്താവിൻ്റെ ശരീരവും തിരുരക്തത്തിൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുന്ന ഈ ശുശ്രൂഷ വളരെ പ്രധാനപ്പെട്ടതാണ്. കൂടി വരുമ്പോഴൊക്കെയും അപ്പോസ്തലന്മാർ ഇത് ചെയ്തിരുന്നു. ദിനം പ്രതി ചെയ്യുന്നത് വളരെ അനുഗ്രഹമാണ്. നിങ്ങൾ ഭവനത്തിൻ്റെ അകത്ത് നിങ്ങൾ അപ്പനും അമ്മയും സഹോദര കുഞ്ഞുങ്ങളും ഒക്കെ കർത്താവിൽ അനുഭവങ്ങൾ ഉള്ളവരാണെങ്കിൽ പ്രാർത്ഥനയിലും വചനത്തിലും കൂടി വരുമ്പോഴൊക്കെയും അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിൽ അവർ ഭവനങ്ങളിലൊക്കെയും അപ്പം നുറുക്കിയൊക്കെ ഇത് ചെയ്തുകൊണ്ടിരുന്നു. ആ കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പം എന്തിനാണ് ഇത് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, കർത്താവിൻ്റെ ശരീരത്തിൻ്റെയും രക്തത്തിൻ്റെയും ഓർമ്മയ്ക്കായിട്ടാണ് ഇത് ചെയ്യുന്നത്. എന്താണ് ഈ ഓർമ്മ എന്നുള്ളത്? യേശുവിൻ്റെ രക്തത്താൽ ഒരു നിയമം സ്ഥാപിക്കപ്പെട്ടു. ഞാൻ പറഞ്ഞല്ലോ, ദൈവമാണ് സകല പ്രപഞ്ചത്തിൻ്റെ ഉടമസ്ഥൻ. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, ദൈവം പറഞ്ഞാൽ പിശാച് അനുസരിച്ചിരിക്കുമെന്ന് പറ. നിങ്ങളുടെ മനസ്സിൽ ഒരു തരി പോലും ചിന്ത വരരുത്, ഒരിക്കലും ദൈവത്തെക്കാൾ വലുതല്ല പിശാച്. ദൈവത്തിന്റെ ഒരു സൃഷ്ടി മാത്രമാണ് ലൂസിഫർ. ദൈവത്തിന്റെ ഒരു സൃഷ്ടി. ദൈവം കുറേ ദൂതന്മാരെ സൃഷ്ടിച്ച കൂട്ടത്തിൽ ഒരു ദൂതൻ മാത്രമാണ് ലൂസിഫർ എന്ന് പറയുന്ന ദൂതൻ. അങ്ങനെ ഒരു ദൂതനാണിവൻ. ഒരു എന്താ പറയുന്നത്, ഒരു മാലാഖ മാത്രമാണ് ലൂസിഫർ. ഒരു ദൂതൻ മാത്രം. ഇവൻ വീണുപോയി ലോകത്തിലേക്ക് വന്നു. ദൈവം അവനെ അനുവദിച്ചിരിക്കുന്ന ഒരു സമയമാണ് ഇവിടെ. തൂക്കിക്കൊല്ലാൻ വേണ്ടി വിധിച്ചിരിക്കുന്ന ഒരു പ്രതിയെ ജയിലിൽ അടച്ചേക്ക് കണ്ടിട്ടില്ലേ? ജയിലിൽ അധികൃതർ എന്ത് ചെയ്തേക്കുക, അവിടുത്തെ ആ ജയിലിൽ ഇപ്പൊ നമുക്ക് തൂക്കിക്കൊല്ലൊന്നും ഇല്ലല്ലേ? പണ്ടത്തെ കാലത്ത് എന്ത് ചെയ്യും, തൂക്കിക്കൊല്ലാൻ വേണ്ടി വിധിച്ചു കഴിഞ്ഞാൽ അവരെ അവിടെ സൂക്ഷിക്കും, ഒരു സമയം വരെ സൂക്ഷിക്കും. ഇതേപോലെ പിശാചിനെ തീപ്പൊയ്കയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ദൈവം ഒരു സമയത്തേക്ക് സൂക്ഷിച്ചിരിക്കുക എന്നല്ല, അഴിച്ചു വിട്ടിരിക്കുവൻ. എന്നാൽ ഫുൾ കൺട്രോൾ ദൈവത്തിനാണ്. എന്നാൽ സ്വർഗത്തിലെ ദൈവം യേശുക്രിസ്തു മുഖാന്തരം ഒരു നിയമം ഭൂമിയിൽ സ്ഥാപിച്ചിരിക്കുന്നതാണ്. കർത്താവ് പറയുന്നത്, ഇതെന്റെ രക്തത്തിൽ പുതിയ നിയമമാണ്. അത് മനുഷ്യരോട് മാത്രമല്ല, പിശാചിനോടും സകല പ്രപഞ്ചത്തോടും പറയുകയാണ്, ഞാൻ ഒരു നിയമം സ്ഥാപിച്ചിരിക്കും. അതായത് ഇന്ത്യൻ പ്രസിഡന്റ് ഒരു നിയമത്തെ ഒപ്പുവെച്ചാൽ കേരളത്തിന്റെ അകത്തിരിക്കുന്ന ഏതെങ്കിലും പഞ്ചായത്തിലിരിക്കുന്ന ഒരു വ്യക്തി പറയുകയാണ്, എനിക്ക് പറ്റത്തൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ആ നിയമം നിങ്ങൾക്ക് ബാധിക്കുവോ ഇല്ലയോ? ഒരു നിയമം പാസ്സാക്കിയാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പഞ്ചായത്തിലിരിക്കുന്ന വ്യക്തിക്ക് അത് പാലിക്കണോ വേണ്ടയോ? എല്ലാവർക്കും ആ നിയമം ബാധകം അല്ലേ? എല്ലാവർക്കും നിയമം ബാധകമാണ്. ഇന്ത്യൻ പ്രസിഡന്റ് തീരുമാനിച്ചാൽ ആ നിയമം മുഴുവൻ പഞ്ചായത്തിലും ഏതറ്റത്ത് കിടക്കുന്ന വ്യക്തിയാണെങ്കിലും അനുസരിക്കണം. യേശുക്രിസ്തു ഇതെന്റെ രക്തത്തിൽ പുതിയ നിയമം എന്ന് പറഞ്ഞാൽ മനുഷ്യനോടും പിശാചിനോടും ലോകത്തോടും സകലത്തോടും എല്ലാത്തിനോടും യേശു ഇതെന്റെ രക്തത്തിൽ പുതിയ നിയമം. ഈ നിയമമാണ് നമ്മുടെ ഏറ്റവും വലിയ ബലം.
യേശുവിന്റെ രക്തം കൊടുത്തിട്ട് ബൈബിൾ എന്ത് ചെയ്തു? ആ നിയമത്തെ ഉറപ്പിച്ചിട്ട് ബൈബിൾ പറയാണ് ഇത് സ്ഥാപിക്കപ്പെടുന്നത് കർത്താവ് ക്രൂശിൽ ചൊരിഞ്ഞ രക്തമാണ്. ആ സമയത്താണ് വചനം പറയുന്നത് വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു ക്രൂശിൽ. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, ജയോത്സവം എന്നുള്ള വാക്ക് ഒരു നിമിഷം ഒന്ന് ബ്രാക്കറ്റിലാക്കിയിട്ട് വേണം. ക്രൂശിൽ യേശു സകലർക്കും ഒരു നിയമം വെച്ചെന്ന് പറ. ക്രൂശിൽ യേശു സകലർക്കും ഒരു നിയമം വെച്ചു. ആമേൻ. യേശു ക്രിസ്തു സകലർക്കും ഒരു നിയമം വെച്ചു. ഇനി ഓർത്തോ, നിങ്ങളിപ്പോ നിയമത്തിന്റെ അകത്ത. ഇതാണ് രക്ഷിക്കപ്പെട്ട വ്യക്തിയുടെ ഏറ്റവും വലിയ അനുഗ്രഹം. ഈ നിയമം ലംഘിച്ച് നിങ്ങളെ ആർക്കും എന്ത് ചെയ്യാൻ പറ്റത്തില്ല? തൊടാൻ കഴിയത്തില്ല. ഇതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. ഈ നിയമം ലംഘിച്ചുകൊണ്ട് പിശാചിന് നിങ്ങളെ തൊടാൻ കഴിയത്തില്ല. ദൈവം സ്ഥാപിച്ച നിയമമാണ് പുതിയ രക്തത്താലുള്ള നിയമം. ഈ നിയമത്തിന്റെ പ്രത്യേകത വാഴ്ചകളും അധികാരങ്ങളും നിങ്ങളുടെ കാഴ്ചവട്ടില്ല. ഇനി പിശാച് എത്ര തലകുത്തി മറിഞ്ഞാലും നിങ്ങളെ എന്ത് ചെയ്യാൻ കഴിയത്തില്ല. ഒരു വിശ്വാസീനെ അവന് തകർക്കാൻ കഴിയത്തില്ല. കാര്യം ഇത് നിയമമാണ്. നിങ്ങളെ തൊടാൻ പറ്റത്തില്ല എന്നുള്ളത് നിയമമാണ്. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, എന്നെ തൊടാൻ കഴിയത്തില്ല എന്നുള്ളത് നിയമമാണെന്ന് പറ. ഇനി നിങ്ങൾ പേടിക്കണ്ട. അയ്യോ ബ്രദർ, എനിക്ക് വലിയ പ്രാർത്ഥന മിടുക്കൊന്നുമില്ല ബ്രദറെ, പിശാച് എന്നെ അടിക്ക്. പേടിക്കണ്ട. നിങ്ങൾ നിയമത്തിന്റെ അകത്താ. നിങ്ങളുടെ പ്രാർത്ഥനയുടെ കുറവും കൂടുതലും വിഷയമല്ല അവിടെ. നോക്കിക്കേ, നിങ്ങളുടെ പ്രാർത്ഥനയുടെ കുറവോ കൂടുതലോ ഇവിടെ വിഷയമല്ല. നിങ്ങൾ നിയമത്തിന്റെ അകത്തായതുകൊണ്ട് ഈ നിയമത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വാഴ്ചകളും അധികാരങ്ങളെയും യേശു ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി. യേശുവിലുള്ളവൻ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും കർത്തൃത്വത്തിനും വരുവാനുള്ളതിനും, കൊലോസ്യ ലേഖനത്തിൽ വീണ്ടും പറയുന്നു, സകലത്തിലും മീതെ ക്രിസ്തുവിനെ ഇരുത്തുകയും ക്രിസ്തുവിൽ നിങ്ങളിരിക്കുന്നു. അപ്പൊ നിങ്ങളുടെ കാൽച്ചുവട്ടിലാണ് പിശാച്. അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ നിയമം ആക്റ്റീവ് ആകുകയാണ്. വചനം പറഞ്ഞ് എന്തുകൊണ്ടാണ് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ, വചനം എന്നുള്ളത് ഒരു നിയമമാണ്. വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഈ നിയമം അവിടെ ആക്റ്റീവ് ആകുക നിങ്ങളുടെ മേൽ. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ കാണാത്ത ഒരു അദൃശ്യ മേഖലയിൽ ഇത് തുറക്കുവാണ്. നിങ്ങൾ പോലും അറിയാതെ ഇത് തുറക്കുവാണ്. പലരും പറയാറുണ്ട്, നമ്മൾ പിശാചുമായിട്ട് ഇങ്ങനെ യുദ്ധം ചെയ്ത് ജീവിക്കുന്നതാണ് വിശ്വാസ ജീവിതം. അല്ല, പിശാചുമായിട്ട് യുദ്ധം ചെയ്ത് ജീവിക്കുന്ന ജീവിതം അല്ല വിശ്വാസ ജീവിതം. നിങ്ങൾ ഈ യുദ്ധം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലോട്ട് എപ്പോഴും വരുന്നതെന്നറിയോ? ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം, ഇന്ത്യ ചൈന യുദ്ധം, അമേരിക്കൻ റഷ്യ യുദ്ധം, ഉക്രൈൻ റഷ്യ യുദ്ധം, അല്ലെങ്കിൽ ഈ യുദ്ധമാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. ദൈവത്തിന്റെ യുദ്ധം അതല്ല. ദൈവം പഴയ നിയമത്തിൽ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട, ഞാൻ ആ വാക്യം എടുത്തില്ല, ആരെങ്കിലും ഒന്ന് എടുത്തേക്കണേ. മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ജനത്തോട് കനാൻ ദേശത്തേക്ക് ചെല്ലുമ്പോൾ തമ്പുരാൻ പറയുകയാണ്, ആ ദേശത്തെ ചെന്ന് കൈവശമാക്കുക. നോക്കിക്കേ, ആ ദേശത്തെ ചെന്ന് കൈവശമാക്കുക, അവയിലുള്ള സകലത്തെയും ഞാൻ നിന്റെ കരത്തിൽ ഏൽപ്പിച്ചിരിക്കുന്നു. എനിക്ക് ഒന്ന് സംഖ്യാപുസ്തകം എന്നാണ് എനിക്ക് ആ വാക്യം ഒന്ന് അറിയാവുന്നവരുണ്ട്, പെട്ടെന്ന് ആ വാക്യം എടുത്ത്. സകലത്തെയും ഞാൻ നിങ്ങളുടെ കരത്തിൽ ഏൽപ്പിച്ചിരിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ യുദ്ധം എന്ന് പറഞ്ഞാൽ ജയം കണ്ടിട്ടുള്ള യുദ്ധമാണ്. നമ്മൾ കാണുന്ന യുദ്ധമല്ല. ദൈവത്തിന്റെ യുദ്ധം എന്ന് പറഞ്ഞാൽ ജയത്തെ കണ്ടു കഴിഞ്ഞിട്ടുള്ള യുദ്ധമാണ്. നിങ്ങൾ ചെന്ന് ആ ദേശത്തെ കൈവശമാക്കുക. നിങ്ങൾ പോയി ആ സകല പട്ടണത്തിലുള്ള സകലത്തെ ഞാൻ നിന്റെ കരത്തിലേക്ക് ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ദൈവം അവരെ അയക്കുന്നത്. അപ്പൊ യുദ്ധം ചെയ്യാൻ പോകുന്ന വ്യക്തിക്ക് വളരെ കൂളായിട്ടാണ് പോകുന്നത്. നോക്കിയേ, ഇവിടെ ഗിദെയോനുണ്ട്. നമ്മൾ പഴയ നിയമത്തിൽ ഗിദെയോനെ പറ്റി പറഞ്ഞു. ദൈവത്തിന് ഒന്നുകൊണ്ട് യുദ്ധം ഞാൻ പറഞ്ഞുതരാം. ഗിദെയോനോട് ദൈവം പറഞ്ഞു, അല്ലയോ പരാക്രമശാലിയെ, നീ ഒറ്റയാളായിട്ട് എന്ത് ചെയ്യും? മിദ്യാൻ സൈന്യത്തെ മുഴുവൻ തോപ്പിക്കും. ഗിദെയോന് വിശ്വാസം വന്നിട്ടില്ല. കാര്യം മിദ്യാൻ സൈന്യം എന്ന് പറഞ്ഞാൽ ഒരു കടൽക്കരയിൽ എങ്ങനെയാണോ മണല് കിടക്കുന്നത്, അതേപോലെയാണ് മിദ്യാ സൈന്യം കിടക്കുന്നത്. തമ്പുരാൻ പറഞ്ഞത്, നീ ഒറ്റയാളെ പോലെ ആ മിദ്യാൻ സൈന്യത്തെ മുഴുവൻ തോപ്പിക്കും. കടൽക്കരയിലെ മണൽത്തരി പോലെ കിടക്കുന്ന ഈ സൈന്യത്തെ ഗിദെയോൻ എങ്ങനെ തോപ്പിക്കുന്നത്? ദൈവത്തിന്റെ യുദ്ധം അങ്ങനെ. ദൈവം ഓൾറെഡി ജയം കണ്ടിട്ടാ നമ്മളെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ യുദ്ധം ചെയ്യുന്നവന് വളരെ ഈസിയാ. യുദ്ധം ചെയ്യുന്നവന് വളരെ റിലാക്സ് ആണ്. കാര്യം ജയം എനിക്കുള്ളത്. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, സകല പ്രശ്നത്തിലും യേശു ക്രിസ്തുവിൽ ഞാൻ ജയാളിയാന്ന് പറ. യേശു ക്രിസ്തുവിൽ ഞാൻ ജയാളിയാണ്. അപ്പൊ ഒരു ചോദ്യം, ബ്രദറെ, പിന്നെ എന്തുകൊണ്ടാണ് പല പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത്? ഇനിയാണ് കേൾക്കാൻ വേണ്ടി പോകുന്നത്.
ഞാൻ പെട്ടെന്ന് അങ്ങ് ഓടിച്ചു വിടുന്നില്ല. ഇനി തീർന്നില്ലെങ്കിൽ, സമയം മുന്നോട്ട് പോയാൽ തീർന്നില്ലെങ്കിൽ ഞാനത് ബാക്കി അടുത്തെടുക്കാൻ വേണ്ടിയാണ്. കാര്യം ഇതിൻ്റെ അകത്ത് നമുക്ക് ഈ ആത്മീയ കണ്ണുകളെ കർത്താവ് ഈ ദിവസങ്ങളിൽ തുറന്നുകൊണ്ടിരിക്കുക നിങ്ങളുടെയൊക്കെ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുള്ളത് കൊണ്ട് ഞാനതിനെ കർത്താവിൻ്റെ നാമത്തിൽ അങ്ങനെ തന്നെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുക. എഫേസ്യ ലേഖനം 6-ാം അധ്യായം, എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം നോക്കിയേ. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യമാണ്. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവിൻ. നിങ്ങൾ ഈ വാക്യം നോക്കിയേ. പിശാചിന്റെ ശക്തി എന്നാണോ പറഞ്ഞത് അതോ തന്ത്രം എന്നാണോ എഴുതി വെച്ചേക്കുന്നത് അവിടെ? എന്തുകൊണ്ടാ പിശാചിന്റെ ശക്തി എന്ന് അവിടെ പറയാഞ്ഞത്? എന്തുകൊണ്ടായിരിക്കും പിശാചിന്റെ ശക്തി എന്ന് പറയാഞ്ഞത്? അവന്റെ ശക്തി എവിടെ പോയി? അവന്റെ ശക്തി എവിടെ പോയി? അപ്പൊ ഇവിടെയാണ് നിങ്ങൾ കേൾക്കേണ്ട, ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഇവിടെയാണ് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പല ദുർവ്യാഖ്യാനങ്ങൾ നിങ്ങളിലേക്ക് വരുന്നത്. നിങ്ങൾ പലപ്പോഴും, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ കൊടുക്കുന്ന ശക്തി കൊണ്ട് ആ പിശാച് പലരുടെയും ജീവിതത്തെ ബന്ധിക്കുന്നത് അറിയാവും. പല വിശ്വാസിയുടെയും ജീവിതത്തിൽ ഉയരാൻ കഴിയാത്തതിന്റെ കാരണം നിങ്ങൾ ശക്തി കൊടുത്തിട്ട് അവൻ നിങ്ങളെ തകർത്തുകൊണ്ടിരിക്കുക. ഒന്നുകൂടെ ഞാൻ പറയാം, നിങ്ങൾ കൊടുത്ത ശക്തി കൊണ്ടാണ് അവൻ നിങ്ങളെ എന്ത് ചെയ്തിരിക്കുന്നത്? ജയിക്കുന്നത്. എങ്ങനെയാ ബ്രദറെ ഞങ്ങൾ എങ്ങനെയാ അവന് ശക്തി കൊടുക്കുന്നത്? ശ്രദ്ധിച്ച്, ഇവിടെ ബൈബിൾ പറയുന്നു, ഒടുവിൽ കർത്താവിൽ അവന്റെ അമിതത്തിൽ ശക്തിപ്പെടുവാൻ, പിശാചിന്റെ ശക്തിയോട് എതിർത്ത് നിൽക്കാനില്ല. കാര്യം പിശാചിന്റെ ശക്തിയെ യേശു ക്രൂശിൽ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് അവരുടെ മേൽ യേശു ജയാളി ആയതുകൊണ്ട് യേശുവിലുള്ളവന് ശക്തി ഏക്കത്തില്ല. യേശുവിലുള്ളവന് ശക്തി ഏക്കത്തില്ല. എന്റെ കൂടെ പറഞ്ഞോട്ടെ, യേശുവിലുള്ളവന് പിശാചിന്റെ ഒരു ശക്തി ഏക്കത്തില്ലെന്ന് പറ. പിശാചിന്റെ ഒരു ശക്തി ഏൽക്കത്തില്ല. പിശാചിന്റെ ഒരു ശക്തിയും നിങ്ങൾക്ക് മേലെ ഏക്കത്തില്ല. നോക്കിയേ, അപ്പൊ പിശാചിന്റെ ഒരു ശക്തിയും നിങ്ങളുടെ മേൽ ഏക്കാത്തതിന്റെ കാരണം ശക്തി യേശു എന്ത് ചെയ്തു? തകർത്തു. എന്നിട്ട് ബൈബിൾ പറയുന്നത് ഇനി അവന്റെ തന്ത്രമാണ്. ശക്തി ഇല്ലാത്തവന്റെ തന്ത്രം എന്നാന്ന് വെച്ചാൽ നിങ്ങളുടെ ഇരിക്കുന്ന ശക്തി എടുത്തിട്ട് നിങ്ങൾക്കെതിരെ അവൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാ ബ്രദറെ ഈ പറഞ്ഞിരിക്കുന്നത് പോലെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്? ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ആളാണല്ലോ, ഞാൻ എപ്പോഴും യേശുവിൻ്റെ രക്തം പറഞ്ഞു നടക്കുന്ന ആളാണല്ലോ, ഞാൻ എപ്പോഴും പെരയ്ക്കകത്ത് മുഴുവനും പ്രാർത്ഥിച്ച് നടക്കുന്ന ആളാണല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് ഇവന്റെ ശക്തി എൻ്റെ മേലുണ്ടെന്ന് പല പ്രാർത്ഥനക്കാരും പറയുന്നതിൻ്റെ കാരണം ഈ ഒറ്റ വാക്യമാണ്. നോക്കിയേ, ഈ ഒരു വാക്യം നിങ്ങൾ കറക്റ്റായിട്ട് ഉപയോഗിക്കാതെ. നിങ്ങൾ നോക്കിയേ, ഇവിടെ 6 സർവായുധ വർഗത്തെ പറ്റി പറഞ്ഞിട്ട് അതിൽ ഒരു കാര്യത്തെ ശ്രദ്ധിച്ചോണം. ദുഷ്ടന്റെ തീയമ്പുകളെ കെടുത്തുവാൻ തക്കതായ വിശ്വാസം എന്ന പരിച. 2, ദൈവവചനം എന്ന ആത്മാവിന്റെ വാള്. നോക്കിയേ, 2 കാര്യമാണ്. ദുഷ്ടന്റെ തീയമ്പുകളെ കെടുത്തുവാൻ മെയിൻ 2 ആയുധങ്ങളാണ്. വേറെ എന്തൊക്കെ ഉണ്ടെങ്കിലും യുദ്ധത്തിന് പോകുന്നയാളുടെ കയ്യിൽ വാളും പരിചയം ഇല്ലെങ്കിൽ എന്തായിരിക്കും അനുഭവം? കുതിരയുണ്ട്, ചാട്ടവാറുണ്ട്, കുതിരയുണ്ട്, എന്താ പറയുന്നത്, ബാക്കി എല്ലാ സംഭവം ഉണ്ട്. പക്ഷെ യുദ്ധത്തിന് പോകുന്നയാൾ വാളും പരിചയം മറന്നുപോയാൽ എന്തായിരിക്കും അവസ്ഥ? ഒന്ന് പറ. യുദ്ധത്തിന് പോകുന്ന ഒരു പടയാളി മറന്നുപോയി വാളും പരിചയം, എന്തു പറ്റും? പരാജയപ്പെട്ടു. അപ്പൊ ഒരു വിശ്വാസി പരാജയപ്പെടുന്ന മെയിൻ സ്ഥലം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാളും പരിചയം മറന്നു പോകുന്നതാണ്. വാളും പരിചയം ശത്രുവിന് കൊടുത്തിട്ട് വിശ്വാസി കിടന്ന് പ്രാർത്ഥിച്ചിട്ട് ഒരു പ്രയോജനവും ഇല്ല. ഇന്ന് കേട്ടെ, ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് വാളും പരിചയം ശരിക്കും ഉപയോഗിക്കാൻ പഠിക്കണം. വാളും പരിചയം ഉപയോഗിക്കാൻ പഠിക്കാത്തിടത്തോളം കാലം വിശ്വാസി എന്ത് ചെയ്യത്തില്ല? ജയം നടക്കത്തില്ല. ഇവിടെ തുടക്കത്തിലേ പറഞ്ഞു, പിശാചിന്റെ ആയുധവർഗം വെപ്പിച്ചു. എന്നിട്ട് പറയുകയാണ് അവന്റെ തന്ത്രങ്ങളോട് നിങ്ങൾ എന്ത് ചെയ്യണം? എതിർത്ത് നിൽക്കേണ്ടതിന് സർവായുധ വർഗം ധരിച്ചു കൊള്ളണം എന്നിട്ട് പറഞ്ഞു. നോക്കിയേ, കുറെ കാര്യം പറയുകയാണ്. ഞാൻ അവിടുത്തെ താഴോട്ട് വരാം. തൊട്ടുമുള്ളത്തെ മെയിൻ വാക്യത്തോട് ഞാൻ വരുവാണ്. ഇവിടെ നിങ്ങൾ വചനത്തിൽ പറയുന്നു, 1, തീയമ്പുകളെ തടുക്കുവാൻ തക്കതായ വിശ്വാസം. അതായത് ദുഷ്ടൻ അയക്കുന്ന തീയമ്പ്,
അപ്പൊ ആദ്യം മനസ്സിലാക്കണം, തീയമ്പ് എന്നുള്ളത് ശക്തിയല്ല, തന്ത്രവാ. എന്റെ കൂടെ പറ, ദുഷ്ടന്റെ തീയമ്പ് എന്ന് പറഞ്ഞാൽ ശക്തിയല്ല, തന്ത്രവാന്ന് പറ. ദുഷ്ടന്റെ തീയമ്പെന്ന് തീയമ്പ് എന്ന് പറഞ്ഞാൽ ശക്തിയല്ല, തന്ത്രമാണ്. അപ്പൊ അവന്റെ ശക്തി എവിടെ പോയി? ശക്തി എവിടെ പോയി? ശക്തി നശിച്ചുപോയി. ശക്തിയെ യേശുവായി, അതാണ് കാൽവരി ക്രൂശ്. നമ്മൾ എല്ലാ വർഷവും കാൽവരി ക്രൂശ്, ഈസ്റ്ററും ദുഃഖവെള്ളിയൊക്കെ ആയിട്ട് ആഘോഷിക്കുന്നതിന്റെ അർത്ഥം മനസ്സിലായോ? വർഷത്തിൽ ഒരിക്കലല്ല ആഘോഷിക്കണം, എല്ലാ ദിവസവും ഒന്ന് അതാണ് കർത്താവിന്റെ ശരീരം തിരുമേശ കൊണ്ടുവരുമ്പോൾ ഓർക്കാൻ വേണ്ടി പറഞ്ഞത്. ദിനം പ്രതി അവരപ്പം നുറുക്കിയതിന്റെ മെയിൻ കാര്യം എല്ലാ ദിവസവും ഈ ഓർമ്മയിൽ അവർ നിൽക്കുക. അപ്പൊ ദുഷ്ടന്റെ തീയമ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നത് പോലെ ആഭിചാരവും കൂടോത്രവും ദുർമന്ത്രവും ഒന്നുമല്ല, അവന്റെ തന്ത്രവാ. വിശ്വാസിക്ക് കൂടോത്രം ഏക്കത്തില്ല. എന്റെ കൂടെ പറഞ്ഞാട്ടെ, വിശ്വാസിയുടെ പിശാചിന്റെ ശക്തി ആഭിചാരവും കൂടോത്രമാണെങ്കിൽ യേശുവിലുള്ള വ്യക്തിക്ക് അത് ഏക്കത്തില്ലെന്ന് പറയാം. യേശുവിന്റെ ശക്തി ആഭിചാരവും കൂടോത്രവുമാണെങ്കിൽ യേശുവിന്റെ ഏക്കത്തില്ല. ബൈബിൾ പറയുന്ന ആഭിചാരം യാക്കോബിന് ഫലിക്കത്തില്ല, ലക്ഷണവിദ്യ ഇസ്രായേലിന് ഏക്കത്തില്ല. ഇത് ദൈവത്താലുള്ള ഒരു വചനമാണ്, നിങ്ങൾക്കും അത് അവകാശമാണ്. ഇനി പലപ്പോഴും സംഭവിക്കുന്നത് എന്താന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരാം. ഈ ദുഷ്ടന്റെ തീയമ്പുകളെ കെടുത്തുന്ന വിശ്വാസം എന്ന പരിച. വിശ്വാസം എങ്ങനെയാ ഉണ്ടാകുന്നത്? ഇനി നമുക്ക് വിശ്വാസം എങ്ങനെയാ ഉണ്ടാകുന്നത്? എങ്ങനെ? കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും. വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും. അപ്പൊ നിങ്ങൾ കേൾക്കുന്നത് കറക്റ്റായിട്ടല്ല കേൾക്കുന്നതെങ്കിൽ, വചനത്തിന്റെ വ്യാഖ്യാനം കറക്റ്റായിട്ടല്ല കേൾക്കുന്നതെങ്കിൽ നിങ്ങളുടെ വിശ്വാസം എങ്ങനെയിരിക്കും? വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, ദുഷ്ടന്റെ ഒരു പരിച, നല്ലൊരു പരിച മേടിച്ചോ. ഇപ്പം യുദ്ധത്തിന് പോകുന്ന ആള് പരിച നോക്കിയപ്പം പരിച മുഴുവൻ പൊട്ടിത്തകർന്നിരിക്കുവാണെങ്കിൽ ആ പരിച കൊണ്ട് ഒരു പ്രയോജനമില്ല. അതേപോലെ വിശ്വാസം ഉണ്ടാകുന്നത് കേൾവിയാലാണ്. അപ്പൊ കേൾക്കുന്ന വ്യാഖ്യാനം കറക്റ്റായിട്ടുള്ള ദൈവവചനത്തിന്റെ വ്യാഖ്യാനം അല്ലെങ്കിൽ ദുഷ്ടൻ അയക്കുന്ന തന്ത്രമായ തീയമ്പുകൾ നിങ്ങളുടെ മേൽ പാലിച്ചിരിക്കും. എത്ര പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല. അതാണ് നമ്മൾ വിശ്വാസം ഉണ്ടാകുന്നത് കേൾവിയാലാണെങ്കിൽ ആ കേൾവിയാണ് എൻ്റെ ശക്തി, ഇതാണ് എൻ്റെ ബലം. കേൾക്കുന്ന വചനമാണ് എൻ്റെ സകല ജീവിതത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ ബലപ്പെടുത്തുന്നത്. ദുഷ്ടന്റെ തീയമ്പുകളെ തകർക്കുന്ന പരിച ദൈവവചന കേൾവി. അപ്പൊ വിശ്വാസം എങ്ങനെ ഉണ്ടാകുന്നത്? കേൾവിയാലും, കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും. ഇനി കേട്ട വചനത്തെ എങ്ങനെ ഉപയോഗപ്പെടുത്തണം? ചിലരോടൊക്കെ ഞാൻ പ്രാർത്ഥനയ്ക്ക് ചെല്ലുമ്പം പലയിടങ്ങളിലും വചനം ചോദിച്ചാൽ എൻ്റെ ദൈവമേ, എനിക്ക് തന്നെ ചിലപ്പം സങ്കടമായി പോകും. കാര്യം എത്ര മനോഹരമായിട്ട് അവർ കാണാപ്പാഠം പഠിച്ചു വെച്ചേക്കുന്നത്. ഒരു വള്ളിക്കോ പുള്ളിക്കോ തെറ്റില്ലാതെ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ വചനം കാണാപ്പാഠം പറയാനറിയാം. പക്ഷേ നൂറുകൂട്ടം വിഷയത്തിന്റെ അകത്ത് ബന്ധിക്കപ്പെട്ട് കിടക്കുക. അവർക്ക് വചനം നല്ലപോലെ അറിയാം. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ഏത് ഉറക്കത്തിൽ നിന്ന് വിളിച്ചു ചോദിച്ചാലും വചനം നല്ലപോലെ അറിയാം. പക്ഷെ പ്രശ്നങ്ങൾ അവരെ വിട്ട് മാറുന്നില്ല. അവിടെ എന്തായിരിക്കും വിഷയം എന്നറിയാവോ? ഈ വചനത്തെ ഉപയോഗിക്കാൻ അറിയാത്തത് കൊണ്ടാണ്. വചനം അറിയാം, കാണാപ്പാഠം അറിയാം. ബ്രദർ ഒരു വചനം ചോദിച്ചാൽ 100 വചനം തിരിച്ചു പറയും. ഇനി എത്ര ഉറക്കത്തിന് വിളിച്ചെണിപ്പിച്ചാലും വചനം കറക്റ്റായിട്ട് പറയും. പക്ഷെ വചനത്തെ ഉപയോഗിക്കാൻ അറിയത്തില്ല. എങ്ങനെയാ വചനത്തെ ഉപയോഗിക്കേണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യേശുക്രിസ്തു പറഞ്ഞല്ലോ, ദുഷ്ടന്റെ തീയമ്പുകളെ കെടുത്തുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചയം, ദൈവവചനം എന്ന ആത്മാവിന്റെ വാള്. വാളെന്ന് പറഞ്ഞാൽ ഉറയിലിടാനുള്ളതല്ല, വാള് കരി കരിയാനുള്ളതല്ല, വാള് വെട്ടാനുള്ളതാണ്. അപ്പൊ വാളുകൊണ്ട് വെട്ടുന്നത് എങ്ങനെയാ? വാളുകൊണ്ട് വെട്ടുന്നത്, നിങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി മുറിക്കകത്തിരിക്കുന്ന സമയത്ത്, ഞാൻ ഉദാഹരണം പറയുകയാണെ, നിങ്ങളൊരു പ്രശ്നത്തിന്റെ അകത്ത് അകപ്പെടുന്ന സമയത്ത് ആ പ്രശ്നത്തിന്റെ പരിഹാരം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കകത്തുണ്ട്. വേറെ ഒരാളുടെയിലും അല്ല, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കകത്ത് അതിന്റെ മറുപടി ഉണ്ട്. തെളിവ് എന്നാന്നറിയാവോ? ഉൽപ്പത്തി പുസ്തകം മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ പറയുന്നു, നിങ്ങളുടെ ആവശ്യം നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പേ ദൈവം അറിയുന്നു. ഉൽപ്പത്തി പുസ്തകം, ഞാൻ മത്തായിയുടെ സുവിശേഷം ആ വാക്യത്തിൽ പറഞ്ഞു, നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പേ ദൈവം അറിയുന്നു. അതുകൊണ്ടാണ് ഫിലിപ്പിയ ലേഖനത്തിലേക്ക് പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കണം. അപ്പൊ ദൈവത്തിന് ഇത് നിങ്ങൾക്കൊരു വിഷയം വരുമ്പോ തന്നെ ദൈവം നിങ്ങളുടെ സകല കാര്യങ്ങളും അറിയുന്നുണ്ട്. നിങ്ങൾ നോക്കിയേ, നിങ്ങൾ അവരോട് തുല്യരാകരുത്, നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് യാചിക്കാന്നല്ല, ചോദിക്കുന്നതിന് മുമ്പേ നിങ്ങളുടെ പിതാവ് അറിയുന്നല്ലോ.
ആമേൻ. കണ്ടോ? നിങ്ങൾ മൈക്ക് മ്യൂട്ട് ചെയ്തേ. ഇവിടെ നോക്കിയേ. നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പേ സ്വർഗത്തിലെ ദൈവത്തിന് അറിയാം. പക്ഷെ എന്തുകൊണ്ടാണ് കർത്താവെ തരാത്തത്? ദൈവം എന്തിനെങ്ങനെ മസിൽ പിടിച്ചിരിക്കുന്നത്? എല്ലാവരും പറയും, ബ്രദറെ കർത്താവ് അതിനെ തരാത്തത് ഇങ്ങോട്ട്. ദൈവം തരാത്തതല്ല, ദൈവം എല്ലാം തന്നു കഴിഞ്ഞു. യേശു ക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലൂടെ നിയമം പാസാക്കി. നമ്മൾ പറയില്ലേ, നിയമം പാസാക്കി. ഇനി നിയമത്തിന്റെ അകത്ത് വിശ്വസിക്കുന്നവർക്കെല്ലാം ഇത് വന്നു കഴിഞ്ഞു. നിയമം വന്നാൽ അതിന്റെ അർത്ഥം അതെല്ലാം വന്നു കഴിഞ്ഞു. അപ്പൊ നമുക്കിതെല്ലാം ഉണ്ട്. നമ്മളിലേക്ക് എത്തിപ്പെടാത്തതിന്റെ കാരണം നമ്മളിലിരിക്കുന്ന ശക്തിയെ നമ്മൾ പിശാചിന് കൊടുത്തിട്ടായിരിക്കുന്നത്. നോക്കി, ഇത് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പം ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, കർത്താവെ യേശു ക്രിസ്തുവിലുള്ള ഞങ്ങളുടെ ജീവിതത്തെ എന്ത് ചെയ്യണം? കർത്താവ് ഒരു അനുഗ്രഹമാക്കി മാറ്റണം. ഇവിടെ എന്താ സംഭവിക്കുന്ന അറിയാവോ? നിങ്ങൾക്ക് ദൈവവചനം കേൾക്കുന്നുണ്ടെങ്കിലും കാണാപ്പാഠം പഠിക്കുന്നുണ്ടെങ്കിലും കർത്താവിന്റെ വചനത്തെ ഉപയോഗിക്കേണ്ട രീതി പറഞ്ഞു തരാം. ഇനി നിങ്ങൾ ഞാൻ പ്രാർത്ഥനാ മുറി കൊണ്ടുവരാവേ. നിങ്ങളുടെ വീട്ടിലിരുന്നുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങൾ ഏത് വിഷയമായിക്കോട്ടെ. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കും. അത് സംസാരിക്കണമെങ്കിൽ വചനമെന്ന കീ കൊണ്ടാണ് ഇതെല്ലാം തുറക്കുന്നത്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾ ബൈബിൾ വായിക്കുന്ന സമയത്ത് ബൈബിളിൽ ഒരു വചനം കണ്ടു. ബൈബിൾ ഒരു വചനം എന്ന് പറഞ്ഞാൽ 9 കൃപാവരങ്ങളെ പറ്റി നമ്മൾ ക്ലാസ് എടുത്തായിരുന്നു. കൃപാവരങ്ങളുടെ ശുശ്രൂഷകളെ പറ്റിയ ക്ലാസ് എടുത്തായിരുന്നു. അപ്പൊ ഇത് ബൈബിളിൽ ഉള്ളത് കൊണ്ട്, ബൈബിൾ ഒരു വാക്യമുണ്ട്. ഇപ്പം നിങ്ങൾ പറയാം, കർത്താവേ ദൈവമേ എൻ്റെ കുടുംബത്തിൽ ഞാൻ അനുഭവിക്കുന്ന ഒരു പ്രശ്നമുണ്ട്, ഇതിന്റെ പിന്നിൽ എന്താണോ അതിന്റെ തടസ്സം, യേശുവിന്റെ നാമത്തിൽ ഞാനിത് പ്രാർത്ഥിക്കുന്നു. ഇപ്പൊ ഓരോ വിഷയത്തിന് ഞാൻ പറഞ്ഞാൽ ഓരോ വചനങ്ങളുണ്ട്. ആ വചനം പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ആ വിഷയത്തെ കർത്താവ് വെളിപ്പെടുത്തും. ആ വിഷയത്തിന് എന്തെങ്കിലും ഒരു കാരണമുണ്ടെങ്കിൽ കർത്താവ് അത് തുറന്നു തരും. ഇപ്പൊ ചിലരുണ്ട്, ബ്രദറെ ഞാൻ അവരെ കുറ്റപ്പെടുത്തുമല്ല. പണ്ടൊരു സഹോദരി എപ്പോഴും വിളിക്കും, എന്നോട് വിളിച്ചിട്ട് പറയും, ബ്രദറെ ഞാനൊരു സ്വപ്നം കണ്ടു, ഞാനൊരു ദർശനം കണ്ടു, ബ്രദർ ഒന്ന് വ്യാഖ്യാനിക്കും. അപ്പൊ ഇങ്ങനെ മിക്ക ദിവസം അപ്പൊ ഞാൻ പറഞ്ഞു, സിസ്റ്ററെ പ്രാർത്ഥനയ്ക്ക് കയറുന്നുണ്ട്. ഓ ബ്രദറെ റേഞ്ച് ഇല്ല, അതില്ല ഇതില്ല. പക്ഷെ പിള്ളേർക്ക് ഓൺലൈൻ ക്ലാസ്സിൽ കയറാൻ വേണ്ടി ഏത് മരത്തിന്റെ മുകളിൽ കയറിയിട്ട് എന്ത് ചെയ്യും? നെറ്റ്വർക്ക് അവർ നിർമ്മിച്ചു കൊടുക്കും. പ്രാർത്ഥനയ്ക്ക് മരത്തിന്റെ മുകളിൽ കയറാൻ വേണ്ടി പോകണ്ടേ? വീടിന്റെ ടെറസിന്റെ മുകളിൽ കയറാൻ വേണ്ടി പോകണ്ടേ? അപ്പൊ അത് ബുദ്ധിമുട്ടാണ്. അപ്പൊ പ്രാർത്ഥനയ്ക്ക് കയറാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ കർത്താവ് കാണിക്കുന്ന ദർശനങ്ങളുടെ അർത്ഥം അറിയത്തില്ല. പക്ഷെ ഭയങ്കര പ്രശ്നത്തിന്റെ അകത്ത് ഇപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ പ്രശ്നത്തിന്റെ പരിഹാരം നിങ്ങൾ കാണുന്ന സ്വപ്നത്തിലും പ്രാർത്ഥനയിലും കർത്താവ് ചിലത് കാണിക്കുന്നുണ്ട്. അത് നിങ്ങൾ തന്നെ തുറക്കണം. അതിനെന്ത് ചെയ്യണം? വചനത്തിന്റെ വ്യാഖ്യാനങ്ങളിലൂടെയാണ് നമുക്ക് തുറക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇന്നത് മുഴുവൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മൊത്തവും തലയ്ക്കകത്തോട്ട് എത്രത്തോളം കയറുമെന്ന് എനിക്ക് അറിയത്തില്ല. ഇവിടെ നോക്കിയേ, നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങളൊരു വചനം, ആ വിഷയമായിട്ട് ബന്ധപ്പെട്ടൊരു വചനം പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഇത് തുറക്കും. ഇത് തുറക്കുന്ന സമയത്ത് നിങ്ങൾ ആകുലപ്പെട്ട് സങ്കടപ്പെട്ടിരിക്കാതെ, പ്രാർത്ഥനയെന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ്. ദൈവം അവിടെ സൊല്യൂഷൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കും. ഇതിന്റെ കാരണം കർത്താവ് വെളിപ്പെടുത്തും. അവിടെ നിങ്ങൾ എന്ത് ചെയ്യരുത്? പിശാചിന്റെ ബന്ധനമാണെന്നും പോരാട്ടമാണെന്നും നിങ്ങൾ അവൻ ആയുധം കൊടുക്കരുത്. ഇതിന്റെ പരിഹാരം കർത്താവ് എനിക്ക് വെളിപ്പെടുത്തും. ഈ വിശ്വാസത്തിൽ വേണം ഇരിക്കാൻ. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പലപ്പോഴും ഈ വിഷയം തീർന്നിട്ടില്ല. ദുഷ്ടന്റെ തീയമ്പ് ഈ വിഷയം രണ്ടും തീർന്നിട്ടില്ല. വിശ്വാസം എന്ന പരിച, ദൈവവചനം എന്ന ആത്മാവിന്റെ വാള്. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കാഞ്ഞിട്ടോ വചനം കേൾക്കാഞ്ഞിട്ടോ ലോകത്തുള്ള സകല ബ്രദർമാരുടെ പുറകെ പോകാഞ്ഞിട്ടോ അല്ല. നമ്മളിതെല്ലാം ചെയ്തുകൊണ്ടിരുന്നിട്ട് പോലും നമ്മുടെ വിഷയം മാറാത്തതിന്റെ കാരണം നിങ്ങളുടെ അകത്ത് എവിടേക്കോ നിങ്ങൾ അവിടെ ആയുധം കൊടുത്തിട്ടിരിക്കുക. പൗലോസ് ഒരു വാക്ക് പറയുന്നില്ലേ, പിശാചിന് ഇടം കൊടുക്കരുത്. നോക്കിക്കേ, പിശാചിന് ഇടം കൊടുക്കരുത്. അപ്പൊ ഇവൻ ഇടം കൊടുത്താൽ എന്ത് ചെയ്യും? ഇവൻ തന്ത്രവുമായിട്ട് കയറി വരും. അവൻ നിങ്ങളുടെ വിശ്വാസത്തെ എടുത്തിട്ട് നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കും. അതുകൊണ്ടാണ് ദുർവ്യാഖ്യാനങ്ങൾ കേൾക്കാൻ വേണ്ടി പോരുത്. ഇപ്പൊ യൂട്യൂബ് തുറന്നാൽ ലോകത്തുള്ള സകല ആളുകളും പ്രസംഗകരുണ്ട്. ഞാൻ ആരും വിമർശിക്കുമെന്നല്ല കേട്ടോ. എപ്പോഴും നിങ്ങൾക്കകത്തൊരു അണ്ടർസ്റ്റാൻഡിങ്, ഏത് വചന ശുശ്രൂഷ കേട്ടാലും ബ്രദർമാരുടെയൊക്കെ വചനമൊക്കെ നല്ലതാണ്, ദൈവദാസന്മാരുടെ വചനമൊക്കെ നല്ലതാണ്. ചിലരുണ്ട് എല്ലാം ഇരുന്ന് കേൾക്കും. എനിക്കറിയാവുന്ന ഒരു സിസ്റ്ററുണ്ട്, ബ്രദറെ ആ വചനം കേൾക്ക് ബ്രദറെ, ഈ വചനം കേൾക്ക് ബ്രദറെ. അറിയാതെ ഞാൻ എൻ്റെ പൊന്നു സഹോദരി, ആദ്യം നിങ്ങളൊരു പ്രാർത്ഥന ജീവിതം ഒന്ന് നിർമ്മിച്ചെടുക്കുക. ദൈവമായിട്ടുള്ള ബന്ധം എങ്ങനെയാ പറഞ്ഞു തരാം. പ്രാർത്ഥിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ, ഇപ്പോൾ ഉദാഹരണമായിട്ട് നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു പ്രശ്നം ഞാൻ പറയുകയാണ്, നിങ്ങളൊരു രോഗമോ മറ്റു കൊച്ചിൻ്റെ വിഷയം എന്തും ആയിക്കോട്ടെ, നിങ്ങൾ ആ വിഷയത്തിന്റെ പിന്നിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി ഇരിക്കുക. പ്രാർത്ഥിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ വചനം മസ്റ്റാ. കാര്യം എന്താണെന്നറിയോ? വചനം എന്ന് പറഞ്ഞാൽ ഇത് തുറക്കാൻ സഹായിക്കുന്ന താക്കോലാണ് വചനം.
വിശ്വാസം ഉണ്ടായത് കേൾവിയാലാണെങ്കിൽ കേൾവി ക്രിസ്തുവിന്റെ വചനത്താലാണ്. അപ്പൊ ഈ വചനം പറയുന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വചനം പറയാം, കർത്താവ് ഉദാഹരണം പറയാം, തലമുറയെ പറ്റി പ്രാർത്ഥിക്കുക. ജാതികളുടെ നടുവിൽ സന്തതികളെയും വംശങ്ങളുടെ മധ്യ എന്റെ പ്രജയും അവരെ കാണുന്നവരൊക്കെ യഹോവ അനുഗ്രഹിക്കപ്പെട്ട തലമുറ എന്ന് പറയും. ഞാൻ കാണും, മക്കൾ ദൈവം തരുന്ന അവകാശമാണ്. ഇങ്ങനെയുള്ള വചനങ്ങൾ ഇങ്ങനെ പറയുമ്പോഴേക്കും പ്രാർത്ഥന എന്നുള്ളത് യഥാർത്ഥത്തിൽ അന്യഭാഷാ പ്രാർത്ഥനയാകട്ടോ. രണ്ടു തരം പ്രാർത്ഥനയുണ്ട്. പ്രധാന പ്രാർത്ഥന അന്യഭാഷയാണ്. അപ്പൊ അന്യഭാഷ എന്നുള്ളത് എനിക്ക് കിട്ടില്ല എന്ന് പറഞ്ഞിരിക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് അത് ഉണ്ട്, ആ ശുശ്രൂഷ നിങ്ങളുടെ മേലുണ്ട്, ആർക്കും ഒഴിവാക്കാൻ പറ്റത്തില്ല. ഈ 585 പേര് സൂമിൽ കേൾക്കുന്നുണ്ടെങ്കിൽ നാളെ 585 പേർക്കും അന്യഭാഷ തമ്പുരാൻ തന്നു കഴിഞ്ഞിട്ടുണ്ട്. എനിക്കില്ല ബ്രദറെ എന്ന് പറഞ്ഞിരിക്കേണ്ട. നിങ്ങൾ അന്യഭാഷ പ്രാർത്ഥനയെ കയറ്, കർത്താവ് നിങ്ങളുടെ മേൽ തുറന്നിരിക്കും. വളരെ ശക്തമേറിയ പ്രാർത്ഥനയാണ് അന്യഭാഷ. അന്യഭാഷ പ്രാർത്ഥന നമ്മുടെ ദർശനങ്ങളെ തുറക്കുന്നതാ, നമ്മളിലെ കൃപാവരങ്ങളെ ജ്വലിപ്പിക്കുന്നതാ, നിങ്ങളുടെ അകത്തിരിക്കുന്ന വചനത്തെ ഓപ്പറേറ്റ് ചെയ്യാൻ സഹായിക്കുന്നത്. അപ്പം നിങ്ങൾ ഈ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ പിന്നിൽ ഇപ്പം ബ്രദർ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പം പല വിഷയങ്ങൾ കർത്താവ് വെളിപ്പെടുത്തുന്നില്ലേ? അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രദറിന്റെ ഉള്ളിൽ ആ കൃപാവരത്തിലൂടെ കർത്താവ് തുറന്നിട്ടത് കൊണ്ടാണ്. അതുകൊണ്ട് എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പം പരിശുദ്ധാത്മാവ് അത് ആ കൃപാവരത്തിലൂടെ ആ വിഷയത്തെ പൊക്കിയെടുത്തുകൊണ്ട് വരും. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുക, സഹോദരി, കർത്താവ് എന്നെ കാണിക്കുന്നു, ഇന്ന വീട്, ഇന്ന സ്ഥലം, ഇന്ന വ്യക്തി, ഇന്ന പേര്, ഇന്ന സാധനം, ഇന്ന വിഷയം, ഇന്ന പേപ്പർ, ഇതെല്ലാം കാണിക്കുന്നതിന്റെ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വീടിന്റെ അകത്തിരിക്കുന്ന കാര്യങ്ങളെ വെളിപ്പെടുത്തുന്നത് എൻ്റെ അകത്തിരിക്കുന്ന ആ കൃപാവരത്തെ പരിശുദ്ധാത്മ ഉപയോഗിക്കുക. ഇതേപോലെ തന്നെ 9 കൃപാവരം ഉള്ളവരാ നിങ്ങൾ ബ്രദറിന്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കുക. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾക്കിത് തരാൻ വേണ്ടിയാ യേശു ക്രൂശിൽ ഇതെല്ലാം നിയമം സ്ഥാപിച്ചത്. ഈ നിയമത്തിലിരിക്കുന്ന വ്യക്തിയാണോ നിങ്ങൾക്കിത് ഉണ്ട്. ഇപ്പൊ പ്രാർത്ഥിക്കാൻ വേണ്ടി ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കറി അരിയാനും പാത്രം കഴുകാനും ഓടിപ്പോകാതെ ആ മുറിക്കകത്ത് അവിടെ ഇരിക്കും. എന്നിട്ട് ആ വചനം പറഞ്ഞിരിക്കും. ആദ്യമൊക്കെ ഉറക്കം വരും. ആദ്യമൊക്കെ കസരിൽ ഇരുന്നുകൊണ്ട് ബൈബിളൊക്കെ തുറന്നു വെച്ചുകൊണ്ട് ഒരു പാട്ടൊക്കെ പാടി വചനം പറഞ്ഞ് പിള്ളേർക്ക് വേണ്ടിയോ വിഷയത്തിന് വേണ്ടിയോ പറയുന്ന സമയത്ത് നമ്മൾ കൂർക്കം വലിച്ച് ഉറങ്ങിന്നിരിക്കും. വിട്ടുകൊടുക്കരുത്, നാളെയും വന്നിരിക്കണം. ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വചനത്തിലൂടെ ആത്മമണ്ഡലം തുറക്കും. നിങ്ങൾക്ക് ആത്മമണ്ഡലം തുറക്കുമ്പം നിങ്ങളുടെ വിഷയം എവിടെയാണോ നിങ്ങൾ ബ്ലോക്കായി കിടക്കുന്നത്, എവിടെയാണോ നിങ്ങൾക്ക് ആ തടസ്സം നിൽക്കുന്നത്, അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അതിനെ വെട്ടി നീക്കുവാനും ബ്രേക്ക് ചെയ്ത് മാറ്റുവാനും നിങ്ങൾക്ക് കഴിയും. ഇതാണ് കൃപാവര ശുശ്രൂഷകൾ. ഇതാണ് ഈ 2 വചനത്തിലൂടെ അപ്പോസ്തലന്മാർ എഴുതി വെച്ചിരിക്കുന്നത്. 1, വാഴ്ചകളെ അധികാരങ്ങളെ ആയുധവർഗം വെപ്പിച്ചു. 2, ദുഷ്ടന്റെ തീയമ്പുകളെ കൊടുക്കുവാൻ തക്കതായ. ഇത്രയും കേട്ടിട്ട് നിങ്ങൾക്ക് തല പുകയുന്നുണ്ടോ? ഒന്നും മനസ്സിലാകാതാണ് ഇരിക്കുന്നത്. ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളിൽ പലരുടെ മേൽ ഇത് തുറക്കുന്നതായിട്ട് എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. അപ്പം നിങ്ങളുടെ അകത്തോട്ട് ഇത് കയറി കഴിഞ്ഞാൽ നമ്മൾ വരാൻ പോകുന്ന പ്രാർത്ഥനയിൽ കണ്ടോണം, നിങ്ങൾ അടുത്തിരിക്കുന്ന വ്യക്തിയോ അടുത്തൂടെ പോകുന്ന വ്യക്തിയോ ഏതെങ്കിലും പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് അത് വെളിപ്പെടുത്തും, അവരെ സഹായിക്കും. നിങ്ങളുടെ വ്യക്തിപരമായ വിഷയത്തിലും കർത്താവ് ഇത് ഇടപെടും. അപ്പം ഞാൻ ഇന്ന് തൽക്കാലത്തേക്ക് നമ്മുടെ വിഷയത്തെ പയ്യെ ഒന്ന് നിങ്ങൾ സമയം ഒത്തിരി മുന്നോട്ട് പോയി പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. ഇനി ഇത് തുടരണോ വേണ്ടോ? നിങ്ങൾ പറ. ആഗ്രഹമുള്ളവർക്ക് വേണ്ടി മാത്രം മുന്നോട്ട് പോകാനാ, വേണോ? അപ്പം ഇനി മുതൽ പ്രാർത്ഥനാ വിഷയം നിങ്ങൾ പറയുന്ന വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പം വലിയൊരു ആത്മമണ്ഡലത്തെ തുറക്കും. നിങ്ങൾ അവിടെ തുറക്കുന്ന ആൾക്കാരാണ്, നിങ്ങൾ നിസ്സാരക്കാരൻ. ഒരു വചനം പറഞ്ഞ് ഒരു വ്യക്തി പെരയ്ക്കാതിരുന്ന് പ്രാർത്ഥിക്കുക. എന്റെ കർത്താവ് എന്റെ കൊച്ചിന്റെ വിഷയം പറഞ്ഞുകൊണ്ടിരിക്കുക. അത് ബൈബിളിലെ വാക്യം നോക്കിയേ, മത്തായി 6 നോക്കിയേ. നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പേ നിങ്ങളുടെ പിതാവ് അറിയുന്നു ആ വിഷയം, അതിന്റെ മറുപടിയും പിതാവ് അറിഞ്ഞു, അത് തന്നു കഴിഞ്ഞു. പക്ഷെ കാണാൻ പറ്റുന്നില്ല. ഇത് കാണണമെങ്കിൽ നിങ്ങൾക്ക് മാത്രമേ അത് കഴിയത്തുള്ളൂ. ഇത് ഓപ്പറേറ്റ് ചെയ്യുവാൻ കർത്താവിൽ ഇന്ന് ഭൂമിയിൽ കൃപ ലഭിച്ച ആൾക്കാരുടെ പേരാണ് വിശ്വാസികൾ. നിങ്ങൾക്ക് മാത്രമാണ് ഈ കഴിവ് ലഭിച്ചിരിക്കുന്നത്. ഇന്ത്യൻ പ്രസിഡന്റിനില്ല, അമേരിക്കൻ പ്രസിഡന്റിനില്ല, റഷ്യന്റെ ആർക്കും ഇല്ല. നിങ്ങൾക്ക് അത് ലഭിച്ചിരിക്കുന്നത്. പക്ഷെ നിങ്ങളിപ്പോൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? കരഞ്ഞുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുക. നിൽക്കവിടെ. എന്നിട്ട് എന്ത് ചെയ്യുക? ആ പ്രാർത്ഥിക്കുന്ന സമയത്ത്, ആ വചനം പറയുന്ന സമയത്ത് നിങ്ങൾ ആ ഡോറ് തുറക്കുക. ആത്മമണ്ഡലത്തിന്റെ ഡോറ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. വരും ദിവസങ്ങളിൽ നമുക്കത് കൂടുതൽ മനസ്സിലാക്കാം. ആ സമയത്ത് നിങ്ങൾ പലപ്പോഴും പലതും കാണുന്നുണ്ട്, നമ്മളത് പക്ഷെ ശ്രദ്ധിക്കാഞ്ഞിട്ടാ. ദൈവം പലതും വെളിപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക്.
അതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്നത് കൊണ്ടാണ് ആ വിഷയത്തിൻ്റെ അകത്ത് നിങ്ങൾ തൊടേണ്ടത് അതിനകത്ത് വന്നിട്ടുണ്ട്. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ വരും ദിവസങ്ങളിൽ ദൈവാത്മാ നിയോഗം പോലെ അത് പറഞ്ഞു തരാം. കർത്താവ് സഹായിക്കട്ടെ. ഞാനും പറഞ്ഞല്ലോ മിടുക്കനായതുകൊണ്ടൊന്നുമല്ല, പരിശുദ്ധാത്മാവ് പറഞ്ഞു തരുന്നതുകൊണ്ടും ദൈവാത്മാവിൽ കേൾക്കുന്നത് കൊണ്ട് മാത്രമാണ്. കർത്താവ് അത് പറയാനുള്ള കൃപ തരട്ടെ. ദൈവം മുന്നോട്ട് നമ്മളെ അത് നടത്താനുള്ള കൃപ തരട്ടെ. അപ്പം വരും ദിവസങ്ങളിൽ അതുകൊണ്ടാണ് കൂട്ടായ്മ മിസ്സാക്കരുതെന്ന് പറയുന്നത്. കൂട്ടായ്മ മിസ്സാക്കരുതെന്ന് പറഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഇതെങ്ങനെ പറയണമെന്ന് എനിക്ക് മാനുഷിക ബുദ്ധിയിൽ അറിയത്തില്ല. ദൈവം സഹായിക്കണം. നിങ്ങൾ നമ്മുടെ പ്രാർത്ഥന നോക്കിയാൽ മതി. ഇതൊരു പസില് പോലെ കർത്താവ് ചെതറിപ്പിച്ചിട്ട് അത് എന്തിനാണെന്ന് എനിക്ക് അറിയത്തില്ല ഇപ്പോഴും. ഇന്നത്തെ ഒരു വിഷയം ചിലപ്പം 10 ദിവസം കഴിഞ്ഞാൽ ഇതിന്റെ ബാക്കി ഭാഗം കേൾക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നാളെ ചിലപ്പോൾ വേറൊരു വിഷയം ചിലപ്പോൾ കർത്താവ് തന്നിരിക്കും. ഇതിങ്ങനെ ചെതറിപ്പൊക്കൊണ്ടിരിക്കും. പക്ഷേ ഒരു ദിവസം കർത്താവ് തുറക്കുന്ന എനിക്കൊരു തുടർമാനമായി നിങ്ങളുടെ ശ്രദ്ധ ദൈവത്തിന് ആവശ്യമുണ്ട്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ ഈ നിമിഷം പ്രാർത്ഥിച്ച് എന്നിട്ട് നിങ്ങളുടെ അകത്ത് ഇതുണ്ട് കേട്ടോ. ഈ കൂട്ടായ്മയിലേക്ക് കർത്താവ് നിങ്ങളെ കൊണ്ടുവന്നപ്പോൾ തന്നെ കർത്താവിനോട് പറഞ്ഞു, ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞ പ്രാവശ്യത്തെ കൈവെപ്പ് നാട്ടിൽ വന്നപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി കൈവെക്കിട്ട് കർത്താവിനോട് കൈവെക്കാൻ പറഞ്ഞതുകൊണ്ട് ആ കൈവെപ്പ് നിങ്ങളുടെ ആത്മമണ്ഡലത്തെ ദൈവം തുറക്കാൻ വേണ്ടിയാണ്. കൃപാവരങ്ങൾ ഉപയോഗിക്കുന്ന വ്യക്തിയുടെ ഒരു കൈവെപ്പ് നമ്മുടെ ജീവിതത്തിൽ അടുത്തൊരു തലത്തിലേക്ക് നമ്മളെ ചലിപ്പിക്കാൻ സഹായിക്കുന്നത് തന്നെ. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, മൂപ്പന്മാരുടെ കൈവെപ്പിനാൽ നിന്നിലുള്ള കൃപാവരങ്ങളെ ജ്വലിച്ചിട്ട്. കണ്ടോ? അപ്പം മൂപ്പന്മാരുടെ കൈവെപ്പ് അകത്തിരിക്കുന്ന കൃപാവരങ്ങൾക്കൊരു ജ്വലനം സംഭവിക്കും. ഇതാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ കൈവെപ്പ് ശുശ്രൂഷയിൽ നടന്നിരിക്കുന്നത്. പക്ഷെ നമ്മൾ ഇപ്പോഴും ശ്രദ്ധിക്കുന്നില്ല. നിങ്ങളുടെ മറുപടി നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കകത്ത് വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. ചിലതിനെ വെട്ടാൻ ഇപ്പോഴും പറ്റിയിട്ടില്ല. ആ വെട്ടാത്തത് കൊണ്ടാണ് ഇപ്പോഴും ബ്ലോക്കായി നിൽക്കുന്നത്. വെട്ടിയവർക്കാണ് സാക്ഷ്യം പലപ്പോഴും സംഭവിക്കുന്നത്. നിങ്ങൾ പോലും അറിയാതെ അത് എപ്പോഴോ നിങ്ങൾ ചെയ്തത് ഇന്ന് നിങ്ങൾക്കത് കറക്റ്റായിട്ട് അറിയാൻ വേണ്ടി പറ്റും. ഞാൻ അടുത്ത ദിവസങ്ങളിൽ ദൈവം അനുവദിച്ചാൽ പല സാക്ഷ്യങ്ങളിലൂടെയും അനുഭവത്തിലൂടെയൊക്കെ നമുക്കത് കേൾക്കാം. നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ ഇന്ന് പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ കൃപ ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ചൊരിയുന്നതിന് നന്ദി പറയുന്നല്ലോ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ദൈവാത്മാവിൻ്റെ കൃപ ഇന്ന് ഞങ്ങളുടെ മേൽ ചൊരിയുമാറാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പ, ദൈവാത്മാവിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തികൾക്കായി സ്തുതിക്കുന്നപ്പ. യേശു എല്ലാവരും പ്രാർത്ഥിച്ച് ഇന്ന് വെറുതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളുടെ വിഷയങ്ങൾ ഇന്ന് കർത്താവ് നിങ്ങളെ സൗഖ്യങ്ങൾ നടക്കാൻ വേണ്ടി പോവുക. നിങ്ങളുടെ ശരീരത്തിൻ്റെ മേൽ അത്ഭുതങ്ങൾ നടക്കാൻ വേണ്ടി പോവുക. നിങ്ങളുടെ സാമ്പത്തിക സ്രോതസ്സുകളെ തുറക്കാൻ വേണ്ടി പോവുക. നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് നിങ്ങളുടെ തലമുറകൾ, നിങ്ങളുടെ ഭാവി നിങ്ങൾക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഈ പ്രാർത്ഥിക്കുന്ന ആളെന്നൊക്കെ പറഞ്ഞാൽ നിസ്സാരക്കാരനല്ല കേട്ടോ. നിങ്ങൾ എന്നെ വിചാരിച്ചേക്കുന്നത് നിങ്ങൾ ഈ കൂട്ടായ്മയിലോട്ട് ഈ പാതിരാത്രിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യത്തിരുന്നുകൊണ്ട് ജോലിക്കിടയ്ക്കോ ഉറക്കമോ ഒക്കെ അളച്ചേക്കരുത് കാണുന്നവരുണ്ട്. കഴിഞ്ഞ ദിവസം സഹോദരൻ പറഞ്ഞു, ഓസ്ട്രേലിയയിലൊക്കെ ഉള്ളവർ രാവിലെ ഡ്യൂട്ടിയും കഴിഞ്ഞ് രാത്രി വന്നിട്ട് 3 മണിയാകുമ്പോൾ അലാം വെച്ചിട്ട് എണീറ്റിട്ട് വചനം കേൾക്കുന്നുണ്ട്. ഞാൻ ഓർത്ത് നിങ്ങളെ ആരാ എണീപ്പിക്കുന്നറിയാവോ? ദൈവമാ. അല്ലാതെ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഞാനാണ് എണീക്കത്തില്ല. രാവിലെ 3 മണിക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് അലാം വെച്ച് എണീറ്റിട്ട് അല്ലെങ്കിൽ ഉറങ്ങേണ്ട സമയത്ത് ഈ മൊബൈൽ ഓണാക്കി വെച്ചുകൊണ്ട് ഇരിക്കാൻ പറ്റുമോ നമുക്ക്? ഇല്ല. നിങ്ങളെ ഇങ്ങനെ നിർത്തുന്ന ദൈവമാ. ഇതെല്ലാം കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവാ. ഇതെല്ലാം ചെയ്യിപ്പിക്കുന്ന കർത്താവാ. നിങ്ങളെ അടുത്തൊരു ലെവലിലേക്ക് കയറി വരാൻ വേണ്ടി. പക്ഷെ ശ്രദ്ധിക്കണം, നെകളിച്ചു പോകരുത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന കാര്യം, എപ്പോഴും എന്നെ ഞാൻ ഓർപ്പിക്കുന്ന കാര്യം, നമ്മുടെ ഉള്ളിൽ നെകളം ഇത് തുറന്നു കഴിഞ്ഞാൽ, ഇത് കാണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു സംഭവം കയറും, ഞാൻ എന്തോ ആയി. ശ്രദ്ധിച്ചോണേ, മാറിപ്പോവല്ലേ. താഴ്മ ധരിക്കണം. കർത്താവിന് തുറക്കുന്നത് നിങ്ങളെ കൃപ തോന്നിയത് കൊണ്ടാണ്. ഒരുമിച്ച് പ്രാർത്ഥിച്ച്, യേശുവേ, പരിശുദ്ധാത്മാവേ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഞാനിത് എൻ്റെ ഉള്ളിൽ വൈകുന്നേരം പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ പ്രാർത്ഥനയിൽ 2-3 പേരങ്ങനെ കണ്ടു. സുമ എന്ന പേരുള്ള ഒരു വ്യക്തിയെ കർത്താവ് തുടർന്നതും, സുമ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ രാഹുൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഞാൻ ആ സുമയുമായിട്ട് കണക്ട് ചെയ്ത് കണ്ടു. ഇനി അവിടെ കസിനാണോ എന്ന് എനിക്ക് അറിയത്തില്ല. രാഹുലിനെ സുമേനെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധാത്മ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. സൂമിൽ ആ വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ടത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് അവർക്ക് വേണ്ടി വേഗത്തിൽ പ്രാർത്ഥിച്ചോണം. കർത്താവ് ഇന്ന് കുടുംബത്തെ തൊടുവാൻ ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. പറഞ്ഞു. അതെന്റെ അനിയത്തിന്റെ മോളാണ്. അവര് ആന്റിന്റെ മോനാണ് ഈ രാഹുൽ എന്ന് പറയുന്നത്. രാഹുൽ, അവർക്ക് വേണ്ടി വേഗത്തിൽ പ്രാർത്ഥിച്ചോണം. പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവർത്തികളെ കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോവാണ്.
യേശുവേ നന്ദി കർത്താവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നിങ്ങളിനി ശ്രദ്ധിച്ചോണേ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയങ്ങളിൽ ആ കൃപാവരങ്ങൾ എങ്ങനെയാണ് ഉപയോഗിക്കപ്പെടുന്നത് എന്നുള്ളത് ശ്രദ്ധിച്ചോണം. നിങ്ങൾ വെറുതെ ആലോചിച്ചു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇതെങ്ങനെയാണ് ഇപ്പൊ ബ്രദറിനെ നിങ്ങളുടെ മുമ്പിൽ ദൈവം ആക്കി വെച്ചെന്നുള്ളൂ. ഞാൻ പറഞ്ഞില്ല എനിക്കിത് ലഭിച്ചത് കഴിവോ ഒന്നുമല്ല. ഞങ്ങളുടെ കുടുംബത്തിൽ ആരും ഇതിങ്ങനെ ഉപയോഗിക്കുന്നവരൊന്നും ഇല്ല, ആരുമില്ല, പ്രാർത്ഥനക്കാരൊന്നും ഇല്ല. എങ്ങനെയോ കർത്താവിന് കൃപ തോന്നി. അപ്പൊ ഇത് ഉപയോഗിക്കുന്നത് എങ്ങനെയാന്നുള്ളത്, വരുന്നത് എങ്ങനെയാന്നുള്ളത് വളരെ ശ്രദ്ധിച്ചോണം. അത് കർത്താവ് നിങ്ങളെ നിങ്ങളും ആ ലെവലിലേക്ക് വളർന്നു വരാനുള്ളവരാണ്. കർത്താവ് സഹായിക്കും. എല്ലാവരും പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവേ. ഞാനൊരു 9 വർഷം മുമ്പ് 7 സെന്റ് സ്ഥലം വിറ്റ് കളഞ്ഞ ഒരു കുടുംബമായിട്ട് ബന്ധപ്പെട്ടാണ് കർത്താവ് ഒരു ആലോചന പറയുന്നത്. അതായത് 7 സെന്റ് സ്ഥലം 9 വർഷങ്ങൾക്ക് മുമ്പ് അവർ വിറ്റു. ആ സ്ഥലം വിറ്റ് പോകേണ്ട ഒരു സമയത്ത് ഈ ഒരു സമയം വരെയും അവരുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരവും വന്നിട്ടില്ല. ഈ സ്ഥലം മാറി വിറ്റ് കഴിഞ്ഞാൽ അത് ശരിയാവുന്നവർ ഓർത്തു, പക്ഷേ അത് മാറിയിട്ടില്ല. പല പ്രശ്നങ്ങൾ പിന്നെയും വന്നുകൊണ്ടിരുന്നു. ആ കുടുംബത്തോട് ഇന്ന് കർത്താവ് പറയുകയാണ്, ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഇതൊരു അടയാളമായിട്ട് കാണിക്കുവാണ്. സൂമിലായിക്കോട്ടെ, ഇന്ന് ഫേസ്ബുക്കിലോ യൂട്യൂബിലോ ലൈവിൽ കാണുന്ന വ്യക്തി ആയിക്കോട്ടെ, ഇന്ന് ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് ഈ വസ്തു സംബന്ധമായ പ്രശ്നവുമായി ബന്ധപ്പെട്ടത് ആരാണോ, യേശുവിൻ്റെ നാമത്തിൽ. ചിലർ ഈ ലൈവ് കഴിയുമ്പോൾ പിന്നെ പറയും, ബ്രദറെ അതെൻ്റെ വിഷയം, നിങ്ങൾക്ക് മ്യൂട്ട് മാറ്റാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് അറിയത്തില്ല. ചിലർ അങ്ങനെയും പറയുന്നുണ്ട്, എനിക്ക് മ്യൂട്ട് മാറ്റാൻ പറ്റുന്നില്ലായിരുന്നൊക്കെ. അതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ അകത്തുള്ളവരാണെങ്കിൽ ഇന്ന് മ്യൂട്ട് മാറ്റി നിങ്ങൾക്ക് പ്രതികരിക്കാം. ഇല്ലെങ്കിൽ മ്യൂട്ട് മാറ്റാൻ പറ്റാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പിലേക്ക് നിങ്ങളുടെ ആ പ്രശ്നത്തെ അയക്കാം. കർത്താവ് നിങ്ങളെ സകലത്തിലും ഇന്ന് സൂക്ഷിക്കട്ടെ. ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട് പരിശുദ്ധാത്മാവ് ഇന്ന് ഇടപെടുന്നു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നപ്പ. ഇന്ന് ആ വിഷയത്തിൻ്റെ മേൽ കർത്താവിൻ്റെ പരിഹാരം ഉണ്ടാവുകയാണ്. നാളിതുവരെ അനുഭവിച്ചിരുന്നുണ്ട്. ഇത്രയും കാലം ഈ 9 വർഷമായിട്ട് കൊണ്ട് നടന്ന ആ പ്രശ്നം ഇന്ന് പരിഹരിക്കപ്പെടുവാണ്. ആരാണോ ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടത് യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ കർത്താവിൻ്റെ അത്ഭുതത്തെ തുറക്കുന്നു. സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ, ഇന്ന് ആ വ്യക്തി യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തോണം. ആമേൻ പറഞ്ഞത് സ്വീകരിച്ചോണം. യേശുവിൻ്റെ നാമത്തിൽ റിലീസ് ചെയ്യുന്ന കർത്താവ്. നിങ്ങൾ ആമേൻ പറഞ്ഞത് ആളാണെങ്കിൽ മാത്രമേ ആമേൻ പറയാവുള്ളൂ, അല്ലെങ്കിൽ മൈക്ക് മ്യൂട്ട് ചെയ്യണേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ കർത്താവിൻ്റെ അത്ഭുതം ഇന്ന് കർത്താവ് ഞങ്ങളത് റിലീസ് ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ പ്രതിസന്ധി മാറട്ടെ. ആ പ്രതികൂലം ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകുവാൻ കൽപ്പിക്കുന്നപ്പ കർത്താവിൻ്റെ അത്ഭുതത്തിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു സാം എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ബ്രദറാണ് ഈ സാം എന്ന് പറയുന്നത്. ആ വ്യക്തിയുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവിനോട് പറയുന്നു. സാം എന്ന് പറയുന്ന ഒരു ബ്രദറാണ് ആ വ്യക്തിയുടെ. യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തിക്ക് വേണ്ടിയും പ്രത്യേകിച്ച് ആ വ്യക്തിയുടെ കുടുംബത്തിന് വേണ്ടിയും. എന്റെ ബ്രദറാണ്. സിസ്റ്ററുടെ ബ്രദറാണോ? ബ്രദറെ, സിസ്റ്ററുടെ ബ്രദറാണോ? അതെ, സാം. അതെ. ആ കുടുംബത്തിന് വേണ്ടി പെട്ടെന്ന് പ്രാർത്ഥിച്ചോണേ. വലിയൊരു അനർത്ഥത്തിന്റെ വാർത്ത വിട്ടൊഴിയുകയാണ്. ഇന്ന് തന്നെ അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചണം. അവരെ വിളിച്ച് പറയണം, കർത്താവുമായിട്ട് കൂടുതൽ അടുക്കുക, യേശുവിന്റെ നാമത്തിൽ കൂടുതൽ അടുക്കുക. കർത്താവ് ആ കുടുംബത്തെ തൊടാൻ വേണ്ടിയാണ്. ദുഃഖവാർത്ത കേട്ടിട്ട് പിന്നെ നമ്മൾ മാനസാന്തരപ്പെടാൻ വേണ്ടിയല്ല, യേശുവിന്റെ നാമത്തിൽ കർത്താവിന്റെ സാക്ഷിയാകാൻ വേണ്ടി കർത്താവ് മുന്നമേ ചിലത് വെളിപ്പെടുത്തുന്നത്. അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്ന യേശുവേ, അങ്ങയുടെ കൃപയ്ക്കായി സ്തുതിക്കുന്നു. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവർ, നിങ്ങളുടെ അകത്തിരിക്കുന്ന കൃപാവരം, രോഗശാന്തിയുടെ വരം, അതൊന്ന് ഉപയോഗിച്ച് കൈയെടുത്ത് വെച്ച് ആ രോഗമുള്ള ഭാഗത്ത് കൈവച്ച് ഇന്ന് ആ വേദന, നമ്മൾ എല്ലാ ദിവസം കാഴ്ചയൊക്കെ കഴിഞ്ഞ ദിവസം കേട്ടതുപോലെ കണ്ണാടിയൊക്കെ ഒന്ന് എടുത്ത് മാറിയിട്ട് കൈവച്ച്, എന്നിട്ട് ചെവി ഏക്കത്തിൽ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ കൈയെടുത്ത് വെച്ച് ആ വേദനയുള്ള ഭാഗത്ത് ക്യാൻസറിന്റെ മേൽ കൈവച്ച്, ആ ട്യൂമറിന്റെ മേൽ കൈവച്ച് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പറ. ആ ബ്ലഡിന്റെ മേൽ പറ, ആ കൗണ്ടിനോട്, കൊളസ്ട്രോളിനോടും ഷുഗറിനോടും ഒക്കെ പറ, എന്തിനാ ഞാൻ നിന്നെ ചുമക്കുന്നത്, ഞാൻ യേശുവിനെ ചുമന്നോളാന്ന് പറ. എൻ്റെ കർത്താവേ, ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവൻ ലോകത്തിൻ്റെ അറ്റത്തോളം പോയി എൻ്റെ യേശു ഞങ്ങളുടെ സാക്ഷിയായി. എനിക്ക് ഷുഗർ ചുമക്കേണ്ട കാര്യമില്ല, ഇത് നിയമമാണ്. രോഗം സൗഖ്യമാകുക എന്നുള്ളത് നിയമമാ. ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കുക. രോഗത്തോട് പറ, നീ കേട്ടേ, ഞാൻ നിയമത്തിൻ്റെ അകത്താ. യേശുവിൻ്റെ മുറിവിനാൽ രോഗസൗഖ്യം വന്നിരിക്കുന്നു. ഏത് രോഗവും സൗഖ്യമാകും കേട്ടോ. യേശുവിൻ്റെ നാമത്തിൽ കൈവച്ച് ഇന്ന് ആ കരത്തിലൂടെ അത്ഭുത സൗഖ്യം സംഭവിക്കും. ഇതിനു ശേഷം ഞാൻ ചോദിക്കും, കർത്താവേ,
ഇന്ന് അത്ഭുത സൗഖ്യം. ഞാൻ പറയുന്ന ഒരു ആശ എന്ന് പറയുന്ന ഒരു മോളുള്ള ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിക്കുകയാണ്. ആ മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ആ കൂടെ തന്നെ ഒരാൺ പൈതലും കൂടെ വേറെയുണ്ട്. ആ കുടുംബത്തിൽ ആശയും കുടുംബത്തെയും കർത്താവ് തൊടുവാണ് ഇന്ന് യേശുവിന്റെ അധികാരമുള്ള ബ്രദറെ നാമത്തിൽ. ബ്രദറെ പറഞ്ഞു. എന്റെ മോളാ ബ്രദറെ ആശ. ഇന്ന് ഏറ്റെടുത്തോ ആശ കേട്ടോ. പറഞ്ഞു. ആ ബ്രദറെ എന്റെ മോളാ. ആമേൻ ആമേൻ. എന്റെ മോളാ. എനിക്കൊരു മോനും ഉണ്ട്. ഓ യേശു ഇന്ന് ആ ഭവനത്തെ കർത്താവ് തൊടുക കേട്ടോ. അവളുടെ ആമേൻ ഭാവിയെ ആമേൻ സ്വർഗം തുറക്കുക. ആമേൻ. കണ്ണുനീരിന് ഹല്ലേലൂയ. മറുപടി തരാൻ വേണ്ടി പോവാന്ന് കർത്താവ് പറഞ്ഞു കേട്ടോ. ഹല്ലേലൂയ. ആ എന്റെ ബ്രദറെ കർത്താവ് ആമേൻ ഒരു ആമേൻ വാക്ക് പറയുന്നു. 7 മാസം ആമേൻ. മുമ്പ് ഈ ഒരു നിമിഷം വരെയും വല്ലാത്ത ഒരു ഞെരുക്കമാണ്, മാനസികമായിട്ടും ശാരീരികമായും മുഴുവനും. 7 മാസമായിട്ട് അതിന്റെ വലിയൊരു അവസ്ഥയിലൂടെ കടന്നു പോവുക. ഇന്ന് കുടുംബത്തിൽ നിന്ന് ആമേൻ യേശുവിന്റെ നാമത്തിൽ അത് വിട്ടുപോയി. കർത്താവിന്റെ വലിയൊരു സമാധാനം കുടുംബത്തിന്റെ മേൽ സംഭവിക്കുക. ആരാധന യേശുവെ. ആമേൻ. നന്ദി കർത്താവ്. ഏറ്റെടുത്തോ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ കൃപയുടെ വലിയ മഹത്വം ഇന്ന് വ്യാപരിക്കുന്നല്ലോ. അങ്ങയുടെ വലിയ മഹത്വം ഇന്ന് വ്യാപരിക്കുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഞാനൊരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് ഒരു കാലഘട്ടത്തിലേക്ക് ഒന്ന് പുറത്തോട്ട് കൊണ്ടുപോവാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോണം. നിങ്ങളിലേക്ക് കൃപാവരത്തിന്റെ വലിയ പകർച്ച. ഇത് സീരിയസ് ആയിട്ട് തന്നെ കാണണേ. നിങ്ങളും ഇതേപോലെ ആത്മീയ മണ്ഡലങ്ങളെ തുറക്കും. അടുത്ത പ്രാവശ്യം നമ്മൾ വരുന്ന ഈ വർഷം 2025 തന്നെ കേരളത്തിൽ വീണ്ടും നമ്മൾ മീറ്റിങ്ങിന് വരുമ്പം അനേക സാക്ഷികളെയൊക്കെ ബ്രദറെ എൻ്റെ ആത്മീയ കണ്ണുകളെ കർത്താവ് തുറന്നു എന്ന് പറയുന്ന 100 കണക്കിന് 1000 സാക്ഷികൾ കേൾക്കാൻ വേണ്ടി പോവാ. യേശുവെ നന്ദി കർത്താവ്. ഞാനൊരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിക്കുക. അതായത് ഈ വ്യക്തി മരണപ്പെട്ടുപോയി. ഈ വ്യക്തി കുറെ കാലം മുമ്പ് മരണപ്പെട്ടുപോയ വ്യക്തിയാണ്. ഈ വ്യക്തി എന്ന് പറയുന്നത് ആ കുടുംബത്തിന്റെ അകത്ത് ഞാൻ കാണുന്ന ഒരു കാഴ്ച, ഒരു ഭവനമാണ് കർത്താവ് എന്നെ കാണിക്കുന്നത്. ആ വ്യക്തിയെ വിളിക്കുന്ന പേര് മോളമ്മ എന്നൊരു വിളിപ്പേരാണ് വിളിക്കുന്നത്. പക്ഷെ ആ വ്യക്തി മരണപ്പെട്ടു പോയി. കുറെ വർഷമായി മരണപ്പെട്ടു പോയിട്ട് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടൊരു ചേടത്തി ബന്ധമാണ് ഇത് കാണുന്നത്. ആ വ്യക്തിയുടെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കാണുന്ന ഒരു കാഴ്ച, ആ മരണത്തിന് ശേഷം ഈ ഒരു സമയം വരെയും പലപ്പോഴും പല സ്വപ്നങ്ങളിലൂടെയും അല്ലാതെയൊക്കെ ഈ ചിന്ത വന്ന് കയറിയിട്ട് ഒരു വല്ലാത്തൊരു ഭയം, മരണഭയവും ഉള്ളത്തിലോട്ട് പ്രവേശിക്കുന്ന ചില അവസ്ഥകളുണ്ട്. ഈ വ്യക്തിയുടെ മരണത്തിന് ശേഷം പല കാര്യങ്ങളും അല്ലാതെ അസ്വാഭാവികമായത് പലതും ഈ ഭവനത്തിൽ സംഭവിച്ചതായിട്ട് കാണുന്നു. ആ വ്യക്തിയുമായി ബന്ധപ്പെട്ടത് സൂമിലായിക്കോട്ടെ ലൈവിലായിക്കോട്ടെ, ഈ വ്യക്തിയുമായി ബന്ധപ്പെട്ടത് ഒഫീഷ്യൽ നെയിമാണ് എനിക്കറിയത്തില്ല, ഒരു വിളിപ്പേര് പോലെ ഞാൻ കേൾക്കുന്നത്. മരണപ്പെട്ടു പോയ ഒരു വ്യക്തിയാണ്. അതിനുശേഷം പല കാര്യങ്ങളും അസ്വാഭാവികമായിട്ട് കുടുംബത്തിൽ സംഭവിച്ചു. ഇതിന്റെ പിന്നിൽ നമുക്കറിയാത്ത പല കാരണങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് അതിൻ്റെ മേൽ പരിഹാരം വരികയാണ്. അതാരാന്ന് വെച്ചാൽ യേശുവിന്റെ നാമത്തിൽ ഇന്ന് എവിടെയാണോ ഇരിക്കുന്നത് ആ വ്യക്തി കർത്താവിന്റെ നാമത്തിൽ ഏറ്റെടുത്തു. കർത്താവിന്റെ അത്ഭുതകരമായ പ്രവൃത്തികളെ ഇന്ന് കുടുംബത്തിന്റെ മേൽ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ യേശുവിന്റെ നാമത്തിൽ കർത്താവെ, ആ മനസ്സിൽ നിന്ന് ആ ശരീരത്തിൽ നിന്ന് ഇപ്പോൾ തന്നെ അത് വിട്ടുമാറട്ടെ, ഫ്രീ ആകട്ടെ. ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ കർത്താവിന്റെ അത്ഭുതകരമായ പ്രവൃത്തികൾ ആ ചിന്താമണ്ഡലത്തിന്റെ മേൽ പ്രവർത്തിക്കുന്നല്ലോ. ചിന്താമണ്ഡലത്തിന്റെ മേൽ പരിശുദ്ധാത്മാവെ പ്രവർത്തിക്കുന്നല്ലോ. നിങ്ങൾ പറയാനുള്ളവരല്ലെങ്കിൽ ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്ത്. ഞാൻ ഇവിടെ ഈ സ്പീക്കർ വെച്ചുകൊണ്ടിരിക്കുന്നു, എനിക്കിതിങ്ങനെ സൗണ്ട് കയറി വരുന്നു. അല്ലാത്തവരെല്ലാം മൈക്ക് മ്യൂട്ട് ചെയ്തേ. ഈ സൂമിലാണ് നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടത് ആലോചന വെളിപ്പെടുന്നതെങ്കിൽ മാത്രം നിങ്ങൾ സൂം മാറ്റിയാൽ മതി. അല്ലാത്തവരെല്ലാം ഞാൻ പറഞ്ഞല്ലോ ഇത് ലൈവായിട്ട് പോകുന്നത് കൊണ്ട് പറയാൻ വേണ്ടിയാണ് എക്സ്ട്രാ മ്യൂട്ട്. ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്തേ. നന്ദി കർത്താവ്. ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്തേ. ആരാധന യേശുവേ. ഇന്ന് കർത്താവ് ഞങ്ങളുടെ കുടുംബത്തെ ഇന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കും. ബ്രദറെ പറഞ്ഞു സിസ്റ്ററെ, ബ്രദറെ പറഞ്ഞു. നേരത്തെ സ്ഥലത്തിന്റെ കാര്യം പറഞ്ഞില്ലേ ബ്രദർ, ഒരു 7 സെന്റ് സ്ഥലത്തിന്റെ കാര്യം. ഉം. അത് ഞങ്ങളുടെ അനിയന്റെ വീടാണ്. തറവാട് ഭാഗം കഴിഞ്ഞപ്പോഴേ ഉം. ആള് ഇവിടുന്ന് ആ സ്ഥലമൊക്കെ വിറ്റുപോയി. അത് എന്നിട്ട് ആൾക്ക് അത് തിരിച്ചു കിട്ടിയൊന്നുമില്ല പൈസ അതിന്റെ. അങ്ങനെ കുറെ കഷ്ടത്തിലും വിഷമത്തിലും ഒക്കെ ജീവിച്ചു ആള്. ഇപ്പൊ ഇന്ന് ആൾക്ക് ഒരു 3.5 സെന്റ് സ്ഥലം ഞങ്ങൾ എല്ലാവരും കൂടി വാങ്ങി കൊടുത്തുന്ന അതിന്റെ രജിസ്ട്രേഷൻ ആയിരുന്നു ബ്രദറെ. അതായത് ഈ പറഞ്ഞ ആലോചന സിസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു ഇത് മുഴുവനും. ആ സ്ഥലത്തിന്റെ പറഞ്ഞത് 7 സെന്റ് സ്ഥലത്തിന്റെ പറഞ്ഞേ. അതെ അതെ ഞങ്ങളുടെ തറവാട്ടിലെ അനിയനാണ് അത് വിറ്റ് പോയത് 7 സെന്റ് അപ്പം സ്ഥലം. ഈ സിസ്റ്റർ ഈ കാര്യം വല്ലോ ഞങ്ങളോട് പറഞ്ഞായിരുന്നോ? ഇല്ല ബ്രദർ, ഒന്നും പറഞ്ഞിട്ടില്ല. ഒരു നിമിഷം എല്ലാവരും കേട്ടോണേ. അപ്പൊ സിസ്റ്റർ ഞാനിപ്പം നമ്മുടെ കൃപാവരങ്ങൾ കൂടെ പഠിപ്പിക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു പോവാണ്. സിസ്റ്റർ 7 വർഷം മുമ്പാണ് സിസ്റ്റർ ഈ സ്ഥലം വിറ്റത്. ഞാൻ ചോദിക്കുമ്പോൾ ശ്രദ്ധിച്ചോണം അല്ലേ? അതെ
കണ്ടോ, 7 വർഷം മുമ്പ് ഈ സ്ഥലം വിറ്റുപോയ വ്യക്തി, അതിനുശേഷം ആ വ്യക്തിക്ക് നിലനിൽപ്പില്ല, അല്ലെ, അലഞ്ഞു നടന്നു, ഇന്നാണ് ഒരു ഇതിലേക്ക് വന്നത്. അപ്പൊ ആ ഒരു കാലഘട്ടം മുതൽ ഇതിൻ്റെ അകത്ത് ദൈവാത്മാവ്, ഇപ്പൊ നമ്മൾ സൂം പ്രയർ തുടങ്ങിയിട്ട് സൗകര്യം എത്ര നാളായി പ്രാർത്ഥനയ്ക്ക് വരാൻ തുടങ്ങിയിട്ട്, ഇതിൽ പങ്കെടുക്കാൻ തുടങ്ങിയിട്ട് സിസ്റ്ററെ? ഞാന് ഇതിലിപ്പോ ഫെബ്രുവരി 8 തൊട്ടാണ് ഞാൻ ഈ ഒരു പ്രാർത്ഥനയിൽ വർഷമായോ? കേറിയത്. ഇല്ല, ആ, കഴിഞ്ഞ ഫെബ്രുവരി. അപ്പൊ ഞങ്ങൾ ഈ വിഷയം വല്ലതും അറിയാൻ വല്ലോ സാധ്യതയുണ്ടോ? ആരോടെങ്കിലും ഞങ്ങൾ അറിയാൻ വല്ല സാധ്യതയുണ്ടോ? 7 വർഷം മുമ്പ് ഇത് ഇല്ല വിറ്റുപോയതും? ഇല്ല ഓ, ഇല്ല, കണ്ടോ. അറിയാൻ അപ്പൊ സാധ്യതയില്ല. ആ തടസ്സത്തെ കർത്താവ് തുറന്നത് കണ്ടോ. ഞാനിത് ഒന്ന് ഈ കൂട്ടത്തിൽ പഠിപ്പിക്കുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്, കൃപാവരങ്ങളുടെ ശുശ്രൂഷകൾ നമ്മൾ കേട്ടോണ്ടിരിക്കുവാണല്ലോ. അപ്പൊ 7 വർഷമായിട്ട് ആ കുടുംബത്തിൽ ഉണ്ടായിരുന്ന ഒരു തടസ്സമാണ്. ഇന്ന് ഈ സഹോദരിക്ക് വേണ്ടി മാത്രമാട്ടെ ഈ വിഷയം, മറ്റാരും ഏറ്റെടുക്കണ്ട. ഈ പഞ്ചായത്തിൽ നിന്നാണ് അവർക്ക് വീട് പാസ്സായുള്ളത്, പഞ്ചായത്തിൽ നിന്ന്. അപ്പൊ ഇപ്പൊ 2 പാസ്സായേക്കുന്നത്, ലക്ഷം പഞ്ചായത്തിൽ നിന്ന് വീട് പാസ്സായിട്ടുണ്ട്. അത് 2 അതായത് ലക്ഷം രൂപ സ്വന്തമായിട്ട് സ്ഥലത്തേക്കാണ്. വീടുണ്ടായിരുന്ന ആള് വിറ്റുപോയിട്ട് ഇപ്പൊ ആ പഞ്ചായത്തിൽ നിന്ന് വീട് മേടിച്ചല്ലേ? പഞ്ചായത്തിൽ നിന്ന്. അപ്പൊ ഈ സ്ഥലം മേടിക്കാൻ കാശില്ല, 2 ലക്ഷം കൊണ്ട് സ്ഥലം കിട്ടില്ല. അപ്പൊ കണ്ടോ, ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് പൈസ ആലോചിച്ച് നോക്കി. പിരിച്ച് അവർക്ക് ഇപ്പൊ സ്വന്തമായിട്ട് സ്ഥലം ഉണ്ടായിരുന്ന വീട് ആളായിരുന്നു, എല്ലാം മേടിച്ചു. കൊടുത്ത് തറവാടെല്ലാം വിൽക്കേണ്ട അവസ്ഥ വന്നു, നഷ്ടപ്പെടേണ്ട അവസ്ഥ വന്നു. ഇതിന്റെ എല്ലാം പിന്നിൽ നമ്മൾ അറിയാത്ത പല കാരണങ്ങളുണ്ട്, പല നഷ്ടങ്ങൾ. ഇന്ന് കണ്ടില്ലേ, അത് മേടിക്കാൻ വേണ്ടി ഒരു സഹായത്തിന്റെ ആവശ്യം വന്നു. ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവിന് തുറക്കുക. നിങ്ങൾക്കും വേണ്ടി സിസ്റ്ററെ, നിങ്ങൾക്കും വേണ്ടി ആലോചന ഏറ്റെടുത്തു. ആ കുടുംബത്തിന്റെ അകത്തെ തടസ്സങ്ങളെ കർത്താവ് മാറ്റി യേശുവിന്റെ നാമത്തിൽ ആ വഴിയെ കർത്താവ് തുറക്കുവാണ്. ഞങ്ങളിത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. അപ്പൊ ആലോചന കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ചിലർക്കത് മ്യൂട്ട് മാറ്റാൻ പറ്റുന്നത് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കട്ടെ. ഇനി പിന്നെയും പ്രാർത്ഥിക്കാം. പരിശുദ്ധ, ഞാൻ ഈ പറഞ്ഞ രണ്ടാമത്തെ ആലോചനയും കേട്ടല്ലോ, അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ ഏറ്റെടുത്തോണം. ഈ പരിശുദ്ധാത്മ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ അകത്ത മനുഷ്യനും ഈ സ്പിരിച്വൽ ഐസിന്റെ തലങ്ങൾ തുറന്നുകൊണ്ടിരിക്കുക. ഇനി മുതൽ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ വെറുതെ ഇരുന്ന് പ്രാർത്ഥിക്കാതെ കർത്താവിന്റെ നാമത്തിൽ ശ്രദ്ധിച്ചോണം. നിങ്ങളുടെ പ്രാർത്ഥനയിൽ തമ്പുരാൻ ഈ മറുപടികളെയും കൂടെ കർത്താവ് വെളിപ്പെടുത്തുന്നുണ്ട്. നന്ദി പിതാവേ, നന്ദി കർത്താവേ, യേശുവേ ആരാധന. പരിശുദ്ധാത്മാവെ ഞങ്ങളങ്ങ് വാഴ്ത്തുന്നു, സ്തുതിക്കുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഞാനൊരു ഭവനത്തെ കർത്താവിനെ കാണിക്കുകയാണ്. ആ ഒരു ഭവനത്തിൻ്റെ അകത്ത് ഞാൻ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ, ഒരു മുറിക്കകത്ത് ഒരു കയറി വരുമ്പോൾ തന്നെ വലതുവശത്തായിട്ട് തന്നെ ഒരു തട്ട് പോലെ, തട്ടെന്ന് പറഞ്ഞ ചെറിയൊരു തട്ട് പോലെയാണ്, അവിടെ ഒരു ഓയിൽമെന്റ് പോലത്തെ ഒരു സംഭവം അവിടെ വെച്ചിട്ടുണ്ട് ആ മുറിയിൽ, ഈ വലതുവശത്തായിട്ട്. എന്നിട്ട് നേരെ വരുമ്പോൾ തന്നെ വലതുവശത്തായിട്ട് തന്നെ ഈ ഡ്രസ്സുകൾ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്ന ഒരു ചെറിയൊരു പോർഷൻ അവിടെയുണ്ട്. അതിനുശേഷം ആ ഡ്രസ്സുകൾ തൂക്കിയിട്ടിരിക്കുന്ന ഈ ഒരു സ്ഥലത്തിന് ശേഷം നേരെ വന്ന് ഈ ഒരു സഹോദരി ഈ ബെഡ്റൂമിൻ്റെ അകത്ത് നിൽക്കുന്ന ഒരു കാഴ്ച ഞാൻ കാണുന്നു. ഈ ബെഡ്റൂമിൻ്റെ അവിടുന്ന് തന്നെ ഈ കട്ടിലിലോട്ട് കിടന്നു കഴിഞ്ഞാൽ വലതുവശത്ത് തന്നെ ഒരു ജനലുള്ള ഒരു മുറിയാണ് ഞാൻ ഈ കാണുന്നത്. ഞാൻ ആ വ്യക്തിയെ കർത്താവ് ഒന്ന് ലൊക്കേറ്റ് ചെയ്യുവാണ്. ആ ഒരു വ്യക്തിയോട് കർത്താവ് പറയുകയാണ്, 6 വർഷമായിട്ടുണ്ടായിരുന്ന വേദനയുടെ, രോഗവേദനയല്ല, മനസ്സിൻ്റെ അകത്തുണ്ടായിരുന്ന മാനസികമായിട്ടും ശാരീരികമായിട്ടും തളർത്തിയ വേദനയ്ക്ക് കർത്താവ് ഒരു സാക്ഷ്യം പറയിപ്പിക്കാൻ വേണ്ടി പോവുക. ദൈവം ഇന്ന് അതിൻ്റെ അകത്തൊരു വ്യക്തിയെ തൊടും. പ്രത്യേകിച്ച് 56 വയസ്സുള്ള ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്നതായിട്ട് വരുന്നു. ആ വ്യക്തി മുഖാന്തരം ആ കുടുംബത്തിന്റെ മേലൊരു സാക്ഷ്യത്തെ കർത്താവ് തുറക്കാൻ വേണ്ടി പോകുന്നു. ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ചാടിപ്പിടിച്ചോ യേശുവിന്റെ നാമത്തിൽ. അവരുടെ അനിയത്തിയുടെ മോളാണ് ബ്രദറെ. എന്തോ നേരത്തെ സുമ എന്ന് പറഞ്ഞില്ലേ, ഉം അവരുടെ ചേച്ചിയാണ് പ്രജിത. ഇപ്പൊ പറഞ്ഞ വീട് അവരുടെയാണോ? അവര് എന്റെ കൂടെയാണ് ആ കുട്ടി താമസിക്കുന്നത് ഇപ്പോ. ഓ, ഈ പറഞ്ഞ ഈ സഹോദരൻ മുറിയാ അത് അല്ലേ? അതെ അതെ. ഓ, യേശുവിന്റെ നാമത്തിൽ ഏറ്റെടുത്ത കർത്താവെ, ഇന്ന് കർത്താവ് ഇന്ന് വലിയൊരു സാക്ഷ്യമാക്കാൻ വേണ്ടി പോവാണെന്ന് പറഞ്ഞോളെ തന്നെ 6 വർഷമായി കിടന്ന സകല വിഷയത്തെയും കർത്താവിനെ സ്പർശിക്കുക യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. പരിശുദ്ധാത്മാവെ, എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് നിങ്ങൾക്കും ഈ വരും ദിവസങ്ങളിൽ ഈ പ്രാർത്ഥനയുടെ തലങ്ങളെ കർത്താവ് തുറക്കാൻ വേണ്ടി ഇത് കേൾപ്പിക്കുന്നത്. അപ്പോസ്തലന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ട് അവർ മിടുക്കന്മാരായിട്ട് ഇരിക്കുമല്ലായിരുന്നു, അവർ നമുക്ക് മാതൃക കാണിച്ചു തരുമായിരുന്നു എങ്ങനെ പ്രാർത്ഥിക്കണം. ഇന്നും അത് തന്നെ സംഭവിക്കുന്നത്. ഇത് ആർക്കും സ്വന്തമായിട്ടൊന്നും കൊണ്ടാൻ പറ്റത്തില്ല. ഇപ്പം ഞാൻ പറയും, ഇതെല്ലാം എൻ്റെ സ്വന്തമാണെന്നൊന്നും അല്ല, നിങ്ങൾ പ്രാർത്ഥിക്കും, നിങ്ങളിലൂടെ അത് തുറക്കുന്ന തലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കത്തില്ലെന്നല്ല കേട്ടോ. നാളെ മുതൽ ഞങ്ങൾക്ക് വേണ്ടി ബ്രദർ പ്രാർത്ഥിക്കത്തില്ലെന്നൊരു ആവശ്യമല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് അത് കഴിയും. നന്ദി കർത്താവ്. ഈ സമയത്ത് രോഗികൾ പ്രാർത്ഥിച്ച്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവേ, ഞങ്ങളുടെ സമയം മുന്നോട്ട് നിൽക്കുന്നല്ലോ പരിശുദ്ധാത്മാവെ, ഞങ്ങൾ പിന്നെയും പ്രാർത്ഥിക്കുന്നു. ഞാനൊരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ
ഒരു കുടുംബത്തിന് വേണ്ടി കർത്താവ് തൊട്ടുകൊണ്ടിരിക്കുക. ഒരു മേരി എന്ന് പറഞ്ഞൊരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, മേരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ കുടുംബത്തിൽ കർത്താവ് എൻ്റെ ഒരു മത്തായി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്നതായിട്ട് പറഞ്ഞു. മേരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പം മത്തായിയെ കാണുന്നു, മത്തായിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ 2 കുടുംബത്തിൽ 2 തലമുറകളെ കർത്താവ് എന്നെ കാണിക്കുകയാണ്. അതിൽ ആ തലമുറയുമായിട്ട് ബന്ധപ്പെട്ട് എസ് എന്നൊരു അക്ഷരം വലുതായിട്ട് കാണുന്നൊരു കാഴ്ചയും കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ആ വസ്തുവിൻ്റെ മേലുള്ള സകല പ്രശ്നങ്ങളും ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ സാക്ഷ്യമാകാൻ വേണ്ടി പോകുന്നു. ഇപ്പോൾ തന്നെ കർത്താവിൻ്റെ കൃപ പെരുകുന്നു. തലമുറകളുടെ മേൽ അവകാശങ്ങൾ ലഭിക്കാതെ വണ്ണം അതിനെ മുഴുവൻ നശിപ്പിക്കാൻ നോക്കുന്ന സകല വിഷയത്തിൻ്റെ മേൽ ഇന്ന് പരിഹാരമാണ്. ആ വ്യക്തി ആരാണോ, അതുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ, ഇപ്പോൾ ചാടിപ്പിടിച്ചു യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ അത്ഭുതം നടക്കട്ടെ. അത്ഭുത വിടുതൽ ആ വ്യക്തിയുടെ മേൽ സംഭവിക്കട്ടെ. പ്രാർത്ഥിക്കുന്നു, അതിൻ്റെ മേൽ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ ആ പ്രതിസന്ധി നീങ്ങി ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ കർത്താവിന്റെ സാക്ഷ്യം തുറക്കട്ടെ. സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ. ആ ഞാൻ വ്യക്തി ഏറ്റെടുക്കുന്ന ബ്രദറെ അതാരാ ഞാൻ സിസ്റ്റർ? ഏറ്റെടുക്കുന്ന എന്റെ പേര് ആരാത്? എസ് സൂസമ്മ എസ് എന്നുള്ള എന്റെ മക്കള് 2 പേരുമാണ്. ഇപ്പം സ്ഥലത്തിന് വേണ്ടിയിട്ട് ഇപ്പം കേസ് ഇട്ടിരിക്കുക. മൂത്ത മോന് ആ സ്ഥലം ഇഞ്ചക്ഷൻ ഓർഡർ ഒക്കെ ഇട്ടിരിക്കുകയാണ്. അപ്പൊ 24-ാം തീയതി അതിന്റെ ഡേറ്റ് ആണ്. ഈ പറഞ്ഞ എല്ലാ പേരുകളും സിസ്റ്റർ ശ്രദ്ധിച്ചായിരുന്നോ? ഉവ്വ്. അതെല്ലാവട്ട് ബന്ധപ്പെട്ട് വേണം ചാടി പിടിച്ചോളാം. യേശുവിന്റെ നാമത്തിൽ കർത്താവ് അത് സാക്ഷ്യമാക്കി മാറ്റും. അത്ഭുതത്തിന്റെ ദൈവത്തിന് നന്ദി പറയുന്നു. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ സകല പ്രതിസന്ധികളും മാറിപ്പോട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞാൻ ഒരുമിച്ച് ഇന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് ശ്രീനിവാസൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, പ്രത്യേകിച്ച് ആ വ്യക്തിയെ ഞാൻ കാണുന്നില്ല, കുടുംബത്തിൻ്റെ അകത്ത് കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രീനിവാസൻ എന്ന് വിളിക്കപ്പെടുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കൊട പോലെ നിൽക്കുന്ന ഒരു 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 മറഞ്ഞു നിൽക്കുന്ന ഒരു കൊട കൊണ്ടുവച്ചാൽ അതിൻ്റെ അകത്ത് നിൽക്കുന്ന ഒന്ന് മറഞ്ഞിരിക്കുന്നത് പോലെ അങ്ങനെ കൊട പോലിരിക്കുന്ന ഒരു സംഭവം മാറിപ്പോകുന്നതായിട്ട് കാണിക്കുന്നു. ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിച്ചാട്ടെ. ദൈവത്തിന്റെ വലിയ പ്രവൃത്തിയെ കുടുംബത്തിൽ തുറക്കാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവെ പറഞ്ഞു. എന്റെ സഹോദരനാണ് ശ്രീനിവാസൻ. സിസ്റ്ററുടെ സഹോദരനാണോ സിസ്റ്റർ? ശ്രീനിവാസൻ. ഓ കർത്താവ്, ഇന്ന് കുടുംബത്തിന്റെ മേൽ ദൈവത്തിന്റെ വലിയ പ്രവൃത്തിക്കായി സ്തുതിക്കുന്നപ്പ ആ ബന്ധനം മാറട്ടെ, അത്ഭുതം നടക്കട്ടെ. ഇന്ന് പ്രാർത്ഥിച്ചോണ കുടുംബത്തിന് വേണ്ടി കേട്ടോ. ഇന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ അവരുടെ തടസ്സം നീങ്ങി യേശുവുമായിട്ട് ഒരുമിച്ച് നിങ്ങൾക്ക് കുടുംബമായിട്ട് ആരാധിക്കുവാൻ വഴി ദൈവം തുറക്കും. കർത്താവെ, ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നു, വിശ്വസിക്കുന്നു, അനുഗ്രഹിക്കുന്നു. കർത്താവെ, അത്ഭുതത്തിന് നന്ദി പറയുന്നപ്പ. രോഗികളായി ഭാരപ്പെടുന്നവർ ഒരുമിച്ച് ഒന്നുകൂടെ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. ഈ സമയത്ത് നിങ്ങൾ ഏത് വിഷയത്തിൻ്റെ അകത്താണ് ഭാരപ്പെടുന്നത്, സാമ്പത്തികമായിക്കോട്ടെ, രോഗമായിക്കോട്ടെ, നമ്മൾ ഈ ദിവസങ്ങളിൽ മിറക്കിൾ മണിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. കളിയാക്കുന്നവൻ കളിയാക്കട്ടെ. ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുന്നവർ, സാമ്പത്തിക തകർച്ചയാണ്, ഞെരുക്കുവാന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ ആ നന്മ എടുത്തങ്ങ് അനുഭവിക്കുക. നിറഞ്ഞിരിക്കുന്ന ഒരു പേഴ്സ് നമുക്കുണ്ട്. ബൈബിൾ പറയുന്നു, തന്നോട് വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും നൽകുവാൻ തക്കവണ്ണം ദൈവം സമ്പന്നനാണ്. സ്വർഗത്തിലെ ധനവും മാനവും പുരാതന സമ്പത്തും നമുക്കുണ്ട്. സങ്കീർത്തനം പറയുന്നു, ഐശ്വര്യവും സമ്പത്തും നമുക്കുണ്ട്. വാരി വിതറി നമുക്ക് കൊടുക്കും. ദൈവം പറയുന്നു, എൻ്റെ നല്ല ഭണ്ഡാരമായ ആകാശം തുറന്ന് സ്ഥലം പോരാതെ വണ്ണം ഞാൻ നിന്നെ അനുഗ്രഹിക്കും. ഇത്രയും വലിയൊരു സമ്പത്ത് സ്രോതസ് നിങ്ങളുടെ മുമ്പിൽ ഉണ്ട്. വീണ്ടും ഞാൻ പറഞ്ഞു, ഉണ്ട്. ആ ബിസിനസ്സിനെ നോക്കിയിട്ടൊന്ന് പ്രവചിച്ച് പറ, ആ ജോലിയെ നോക്കിയിട്ട് പറ, ഞാൻ വർദ്ധിക്കാൻ വേണ്ടി. ഓ ബ്രദറെ, ഇതിൽ നിന്ന് ഇനി ഒരു വർധനവില്ല, ഒന്ന് പ്രാർത്ഥിച്ചേ, ഒന്ന് കൽപ്പിച്ചേ. ആ ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ സംഭവിക്കാൻ വേണ്ടി ആ ഭവനത്തിന്റെ മേൽ കൈ ഒന്ന് എടുത്ത് വെച്ച് എന്നിട്ട് പറ, അനുഗ്രഹിക്കപ്പെട്ട ഭവനത്തിന് നന്ദി എന്ന് പറ. ആ വീടൊക്കെ ഒന്ന് വലുതാകട്ടെ. എന്നിട്ട് എന്തിനാ വലുതാകുന്ന അറിയാവോ? ഒറ്റയ്ക്ക് താമസിക്കാൻ വേണ്ടിയല്ല, വലിയൊരു പ്രാർത്ഥന. എല്ലാ വീടും ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവ്, ഒരു 100 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു ഹോളുള്ള വീട് ഒന്ന് കൈവച്ച്, എല്ലാവരും സ്വന്തം മണ്ണ് കൈവച്ച് ഒന്ന് പ്രവചിച്ച്. 100 പേർ ഏറ്റവും കുറഞ്ഞതാണ്, ഏറ്റവും കുറഞ്ഞത് ഒരു 100 പേർക്ക് ഇരിക്കാനുള്ള ഒരു ഹോളും, ഇനി എത്ര ബ്രദർമാർ വന്നാലും താമസിക്കാൻ പറ്റും, എത്ര സഹോദരന്മാർ വന്നാലും താമസിക്കാൻ പറ്റുന്ന ഒരു മുറികളുമുള്ള ഭവനങ്ങൾ നീ തന്നതിന് നന്ദി എന്ന് പറ. തുറക്കട്ടെ ഇങ്ങോട്ട്, ആ കെട്ടൊക്കെ ഒന്ന് പൊട്ടട്ടെ, ആ ഞെരുക്കമൊക്കെ ഒന്ന് മാറട്ടെ, ആ പേഴ്സൊക്കെ ഒന്ന് എടുത്തു വെച്ച് യേശുവിൻ്റെ നാമത്തിൽ ഒന്ന് വർദ്ധിക്കട്ടെ, ആ നന്മയൊന്ന് വർദ്ധിക്കട്ടെ. ഇത്രയും നാളും വായ്പ മേടിച്ച് നടന്നില്ല, ഇന്ന് അവസാനിക്കുക അത്. എന്നോട് കർത്താവ് ഇങ്ങനെ പറയുന്നു, സാമ്പത്തികമായിട്ട് കയ്യിലോട്ട് വന്നിട്ട്
സാലറി സ്ലിപ്പ് എല്ലാ മാസവും നോക്കിയിട്ട് ഭയങ്കരമായിട്ട് നിരാശപ്പെടുന്ന വ്യക്തികളെ കർത്താവിനെ കാണിക്കുക. എല്ലാ മാസവും ഈ സാലറി സ്ലിപ്പ് നോക്കിയിട്ട് അല്ലെങ്കിൽ എടുത്ത് പറയും സാലറിയുടെ സ്ലിപ്പ് നോക്കിയിട്ട് നിരാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയോട് പറയുന്നു, ഒന്ന് കൈവച്ച് ആ സ്ലിപ്പ് ഇന്ന് തുറന്നേ, ആ മൊബൈൽ വഴി തുറന്നിട്ട് ഒന്ന് കൈയെടുത്ത് വെച്ച് യേശുവിൻ്റെ നാമത്തിൽ പാഴ്ചെലവുകളെയൊക്കെ വെട്ടിമാറ്റുന്നപ്പ നന്മ തുറക്കട്ടെ. യേശുവിനാണ് തലമുറകളുടെ ഭാവി തുറക്കട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നപ്പോൾ പരിശുദ്ധാത്മാവെ 1828 എന്നുള്ള നമ്പറുള്ളൊരു പാസ്പോർട്ട് നമ്പറിലേക്ക് സീല് വരുന്നൊരു കാഴ്ച കർത്താവ് എന്നെ കാണിക്കുക. 1828 18ഉം 28ഉം അതിലുണ്ട്, ആ നമ്പറുണ്ട്. അതിലേക്ക് ഞാൻ കർത്താവിൻ്റെ വലിയൊരു സീല് വരുന്നു. അതിൽ പേരിനോട് മുമ്പിൽ തന്നെ പേരിൻ്റെയോ അഡ്രസ്സിൻ്റെ മുമ്പിൽ തന്നെ പി എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന ഒരു അഡ്രസ്സിൻ്റെ ഭാഗമോ പേര് ഭാഗത്തിൻ്റെ അവിടെയോ പി എന്നൊരു അക്ഷരവും ഞാൻ വലുതായിട്ട് കാണുന്നു. അപ്പോൾ ഇത് പറയുമ്പോൾ നിങ്ങൾ എന്തൊക്കെയും കർത്താവ് എന്നാൽ പിന്നെ ബ്രദറിന് അത് മുഴുവൻ കാണിക്കാൻ പറ്റില്ലേ? ഞാനും വളർന്നുകൊണ്ടിരിക്കുക ഓരോ ദിവസവും നിങ്ങളെപ്പോലെ തന്നെ. എനിക്ക് കാണുന്നതൊക്കെ ഞാൻ അങ്ങ് പറയുക. യേശുവിൻ്റെ നാമത്തിൽ ആ പാസ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ചാടിപ്പിടിച്ചോ യേശുവിൻ്റെ നാമത്തിൽ അതിൻ്റെ മേൽ ദൈവത്തിൻ്റെ അനുഗ്രഹത്തെ തുറക്കാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ആരാധന യേശുവെ, നന്ദി കർത്താവെ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപ ഇന്ന് തുറക്കുന്നല്ലോ. അപ്പം ഈ സമയത്ത് രോഗികളുടെ മേൽ കൈവച്ച് എന്നിട്ട് നാളെ മുതൽ ഏത് എന്നോട് പറയും, ഏത് രോഗിയെ കണ്ടാലും ഞാൻ കൈവച്ച് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞു ഒരു തീരുമാനിച്ച്. ഏത് അതെന്റെ വലിയ ആഗ്രഹമാണ്. ആഗ്രഹമല്ല ചെയ്യണം, ആഗ്രഹമല്ല ചെയ്യണം. ഇങ്ങനെ നിങ്ങൾ ചെയ്താൽ നാളെ നിങ്ങളുടെ അകത്ത് കർത്താവ് കൃപാവരങ്ങളും തുറക്കും. നിങ്ങൾ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ കർത്താവ് എന്തിനാ പ്രവചനം തരുന്നത്? ഓരോ കൃപാവരങ്ങളും ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതുകൊണ്ട് കർത്താവ് എനിക്ക് എല്ലാ കാര്യങ്ങളും തരും ദൈവം. കാരണം ദൈവത്തിന് അങ്ങനെ ഇഷ്ടമാണ്. ഇന്ന് മുതൽ കാറിക്കൂകി പ്രാർത്ഥിക്കാൻ വേണ്ടിയല്ല. ഒരു വ്യക്തിയെ കണ്ട സഹോദരൻ ഒന്ന് പ്രാർത്ഥിച്ചോട്ടെ, എൻ്റെ ഡ്യൂട്ടി അത്, പ്ലീസ് ഞാൻ ഒന്ന് ചെയ്തോട്ടെ, എനിക്ക് പ്രതിഫലം കിട്ടും. എന്നിട്ടൊന്ന് പ്രാർത്ഥിച്ച് തമ്പുരാൻ തുറക്കുമെന്നേ. അയ്യോ പ്രാർത്ഥിച്ചിട്ട് ഒരു വ്യത്യാസം വന്നില്ല. ചിലർ പറയും അത് കേൾക്കരുത്. ഒരാൾ അങ്ങനെ പറഞ്ഞാൽ 10 പേർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ 10 പേരിൽ 5 പേരെങ്കിലും നടക്കും. കാര്യം ചിലർക്കും ഓരോന്നിനും ഓരോ കാരണമുണ്ട്. നാളെ നമുക്ക് 5 പേരോട് മടങ്ങി വന്നിട്ട് പറയാൻ പറ്റും ഇതായിരുന്നു എൻ്റെ കാരണം. ചില കാരണമുണ്ട്. ചിലപ്പോൾ തമ്പുരാൻ അത് വെളിപ്പെടുത്തും, തമ്പുരാൻ വെളിപ്പെടുത്തി ഇല്ലെന്നും വരും. അപ്പോൾ അത് ഓർത്ത് ഭാരപ്പെടരുത്, നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുക. നന്ദി കർത്താവേ. ആ രോഗത്തിൻ്റെ മേൽ കൽപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ആ രോഗസൗഖ്യം സംഭവിക്കട്ടെ, ഇപ്പോൾ തന്നെ സംഭവിക്കട്ടെ. മിറക്കിൾ മണി ഉണ്ടാകട്ടെ, തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ, കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാ കുടുംബത്തിൻ്റെ അകത്തും യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഒരു കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പം കർത്താവ് കാണിക്കുന്ന ആ കുടുംബത്തെ കറക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീ വിഷയത്തെ കർത്താവ് ഇന്ന് തൊടുന്നതായിട്ട് കർത്താവ് പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു വല്ലാത്തൊരു ചില ബന്ധത്തിൻ്റെ അകത്ത് ആ കുടുംബം കുടുങ്ങിക്കിടക്കുവാണ്. ഇന്ന് ആ കുടുംബത്തിൻ്റെ അകത്ത് അനധികൃതമായിട്ടുള്ള സകല യേശുവിൻ്റെ നാമത്തിൽ കുരുക്കുകളും കയറിക്കൂടിയ എല്ലാ ബന്ധങ്ങളും സാമ്പത്തിക നന്മകളെ മൊത്തം കവർന്നു കൊണ്ടുപോകുന്ന സകല പിശാചിക മുഖങ്ങളെ വെട്ടി നീക്കുന്നപ്പോൾ കുടുംബം നന്നാകട്ടെ, അനുഗ്രഹിക്കപ്പെടട്ടെ. പ്രാർത്ഥിച്ച് ബ്ലസ് ചെയ്യുന്നപ്പോൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നപ്പോൾ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഇത് സാക്ഷ്യത്തിൻ്റെ സമയമാണ്, സാക്ഷ്യമുള്ളവർക്ക് പറയാനുള്ള സമയമാണ്. അതിനു മുമ്പായിട്ട് തന്നെ കർത്താവിൻ്റെ വേലയിൽ വിതച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. നിങ്ങൾക്ക് മുന്നോട്ട് നമുക്ക് പ്രാർത്ഥനകൾ ഒക്കെ ഉണ്ട്. ഇത് പിരിവല്ല. പല ആൾക്കാരും കഴിഞ്ഞ ദിവസമൊക്കെ ഉണ്ട് പറഞ്ഞു ഭയങ്കര പിരിവാണെന്നാണ് പറഞ്ഞത്. വീണ്ടും ഞാൻ പറയുന്നു, ഏറ്റവും നല്ല ഹോളിൽ നമുക്ക് ആരാധിക്കണം. തട്ടിക്കൂട്ടൊന്നും നമുക്ക് വേണ്ട. ഏറ്റവും നല്ല ഓഡിറ്റോറിയം വേണം, ഏറ്റവും നല്ല ഹോള് വേണം, എല്ലാ സജ്ജീകരണം വേണം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. മുന്നോട്ട് പ്രാർത്ഥിക്കുന്നു. സ്വന്തമായിട്ട് നമ്മളിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എറണാകുളത്തും ഒക്കെ നമ്മൾ നടത്തിയത് വാടകയ്ക്കാണ്. സ്വന്തമായിട്ട് നമുക്ക് കൺവെൻഷൻ സെൻ്ററുകൾ വേണം, ധ്യാന കേന്ദ്രങ്ങൾ നമുക്ക് വേണം. കർത്താവ് ഒരുക്കും കേട്ടോ, ദൈവം ഒരുക്കും. യേശുവിൻ്റെ നാമത്തിൽ വിതച്ചവരെ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, കർത്താവിൻ്റെ കൃപ നിറയട്ടെ. കർത്താവ് നിങ്ങളുടെ ജോലി ആയിക്കോട്ടെ, ബിസിനസ് ആയിക്കോട്ടെ, നിങ്ങളുടെ ആ ഒരു നന്മയിൽ നിന്നും നിങ്ങളുടെ ദശാംശങ്ങളായിക്കോട്ടെ, എല്ലാ മാസവും അവരുടെ അക്കൗണ്ടിൽ കർത്താവെ മാറ്റിവെക്കുന്ന തുകകളായിക്കോട്ടെ, അവരുടെ എല്ലാ മേഖലയിലും ഞാൻ വർദ്ധിക്കുന്നു പ്രാർത്ഥിക്കുന്നപ്പോൾ ചെറുതോ വലുതോ എന്നുള്ളതല്ല, കർത്താവിൻ്റെ നാമത്തിൽ വിതയ്ക്കുന്നവൻ കൊയ്യും എന്ന വചനത്താൽ യേശു തന്ന അധികാരത്തിൻ്റെ അകത്തു നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നന്മ കൊയ്യട്ടെ, വർധനവുണ്ടാകട്ടെ, ഞെരുക്കം മാറട്ടെ, സാമ്പത്തിക കുരുക്കുകൾ തകരട്ടെ. ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ആ വിധ നിമിത്തം അവരുടെ ജീവിതത്തിൽ കൊയ്ത്തുണ്ടാകുന്നല്ലോ. പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഈ സമയത്ത് സാക്ഷ്യമുള്ളവർക്ക് പറയാം. ആലോചന ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ
ഒരേ ആലോചന ഒരേപോലെ വരുമ്പം ഒരാളത് പറഞ്ഞതിന് ശേഷം ബ്രദറെ എൻ്റെയും കൂടെ കാര്യമാണെന്ന് എടുത്തു പറയണ്ട, നിങ്ങൾ ആമേൻ പറഞ്ഞ് നിങ്ങളെ ഇരിക്കുന്നിടത്ത് ഏറ്റെടുത്താൽ മതി. മറ്റൊരാൾക്കും കൂടെ നമ്മൾ അവസരം കൊടുക്കുക. പലരും എന്നോട് ഒത്തിരി പറയാറുണ്ട്, സാക്ഷ്യം പറയാൻ പറ്റുന്നില്ല, മ്യൂട്ട് മാറ്റാൻ പറ്റുന്നില്ല എന്നൊക്കെ. എനിക്കറിയത്തില്ല ഇവിടെ എന്താ ഇപ്പം ഞാൻ ഓൾ മ്യൂട്ട് ചെയ്തേക്കുവാണ്. അല്ലാതെ നിങ്ങൾ എല്ലാവരും ഞാൻ മ്യൂട്ട് മാറ്റുന്ന സമയത്ത് ചിലർക്ക് പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ പിന്നെ പറഞ്ഞല്ലോ, ഇതൊരു പ്ലാറ്റ്ഫോമാണ്, ഇത്ര ആൾക്കാരെ ഉൾക്കൊള്ളിക്കുന്നൊരു സൂം എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം. ഇതിന് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കാണുമായിരിക്കും. എങ്കിലും ഭാവിയിൽ പ്രാർത്ഥിക്കണം, നമുക്കിതെല്ലാം അപ്ഡേഷൻ പറഞ്ഞു ഇതിനകത്തെല്ലാം. നമുക്കിനിയും വലിയ ടെക്നോളജി നമുക്ക് അനുഗ്രഹമായിട്ട് മുന്നോട്ട് വരണം. കർത്താവ് എല്ലാം സഹായിക്കും. ഈ സമയത്ത് സാക്ഷ്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാനുള്ള സമയമാണ്. ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ ചുരുക്കം വാക്കുകളിൽ എന്താണോ നിങ്ങൾക്ക് കർത്താവ് ചെയ്തത് അത് മാത്രം പറയാൻ ശ്രമിക്കുക. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. ഹലോ ബ്രദറെ. പറഞ്ഞു ഹലോ പറഞ്ഞു സിസ്റ്ററെ. ബ്രദർ ഇപ്പം പറഞ്ഞിരുന്നു പാസ്പോർട്ട് നമ്പർ അല്ല, ഉം. എന്റെ 2018 പിന്നെ തുടങ്ങുന്ന വർഷവും എന്റെ ആവുന്ന ഇഷ്യൂ ആൻഡ് എക്സ്പയറി ഡേറ്റ് 2018 തീരുന്നത് 2018 ഉം. അത് അങ്ങനെ കാണിക്കുന്നു. പിന്നെ പേരിനകത്ത് എന്റെ തറയിൽ പറമ്പിൽ എന്നും പറഞ്ഞ് പിയും ഉണ്ട്. മറ്റാർക്കെങ്കിലും ഇതുണ്ടോ? ഈ പറഞ്ഞ പോലെ പാസ്പോർട്ട് നമ്പർ ഉണ്ടോ? ഇതുപോലെ നമ്പർ വരുന്നവരുണ്ടോ? 1828 ബ്രദർ പറഞ്ഞത്. 1828. ഇപ്പൊ സിസ്റ്റർ അത് പറഞ്ഞത് 2018 പിന്നെ എക്സ്പയറി ഡേറ്റ് 2028 ഇത് ഇഷ്യൂ ചെയ്തേക്കുന്നത് 2018. അങ്ങനെ എന്റെ പാസ്പോർട്ട് പേരുണ്ട് ബ്രദറെ. സിസ്റ്റർ ഒന്ന് കൈവച്ച്, എന്നാലും ഒന്ന് കൈവച്ച്. ഇനി ഇതേ പാസ്പോർട്ട് നമ്പർ ഉള്ളവരോ ഇതേ നമ്പർ ഉള്ളവരോ, ഞാൻ പറഞ്ഞത് ഈ നമ്പറുകളാണ് ഞാൻ കാണുന്നത്. ഇതിനകത്ത് പി എന്നുള്ളൊരു അക്ഷരം ഞാൻ ഇങ്ങനെ സ്പെസിഫിക് ആയിട്ട് കാണുകയും ചെയ്തു. ഇനി കൈയെടുത്ത് വെച്ചു. എന്തായാലും നമുക്ക് ഒരു മുടക്കവുമില്ല. കൈയെടുത്ത് വെച്ച് അതിലോട്ട് യേശുവിന്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നു. അതിലോട്ട് സീലി വീഴട്ടെ. ദൈവത്താൽ അയക്കപ്പെടുന്ന നന്മയുടെ യാത്ര അവിടെ തുറക്കട്ടെ. പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ ബ്രദറെ തന്നെ. പാസ്പോർട്ടിലുണ്ട് ഇതേപോലെ. ഉം. എന്റെ മോന്റെ പാസ്പോർട്ടിലുണ്ട് 1828 നമ്പറുണ്ട്. 2018 എടുത്തതാ. 2028 അവസാനിക്കണ. അതിൽ പിയും കാണാനുണ്ട്. ഏറ്റെടുത്തു സിസ്റ്ററെ. ഇനി ഇതേ സെയിം നമ്പർ ഉള്ളവരുണ്ടെങ്കിൽ ഏറ്റെടുത്തു. ഞാൻ പറഞ്ഞത് പാസ്പോർട്ട്, ഞാൻ ഒരു നമ്പറാണ് കണ്ടത്. ഇനി പാസ്പോർട്ട് നമ്പറായിട്ട് ഇതേ സെയിം നമ്പർ ഉള്ളവരുണ്ടെങ്കിൽ ഏറ്റെടുത്തോണം. അതാണ് യഥാർത്ഥ ആലോചന. ഇനി നിങ്ങൾക്ക് അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ ഇത് കൈവച്ച് ഏറ്റെടുത്തോ. അത് നിങ്ങൾക്ക് മേലും സ്വന്തമാകും ആലോചന. ഞാൻ പറഞ്ഞല്ലോ, ഇത് സൂമിലോ ലൈവിലോ ഉണ്ടെങ്കിൽ പാസ്പോർട്ടുകൾ തുറക്കുക. ഇപ്പൊ തന്നെ പ്രാർത്ഥന കഴിയുമ്പോൾ ചെക്ക് ചെയ്യുക. ആ നമ്പർ നോക്കിയിട്ട് ഇതേ സെയിം പാസ്പോർട്ട് നമ്പർ കൈവെക്കുക. യേശുവിന്റെ നാമത്തിൽ അതിലോട്ട് കർത്താവിനുള്ള യാത്ര തുറക്കാൻ വേണ്ടി ദൈവം പോവാണ്. ഗോഡ് ബ്ലസ് യു. അതേപോലെ ബ്രദറെ എന്തോ വേറൊരു ആലോചനയും കൂടെ പറഞ്ഞിരുന്നു. ഉം. വലത്തെ സൈഡിൽ ഒരു ജനലുള്ള സൈഡിൽ ഒരു ജെല്ല് പോലെ എന്തോ സംഭവം വെച്ചേക്കുന്ന ഒരു മുറി, ബെഡ്റൂം, അവിടെ ഒരു വ്യക്തി നിൽക്കുന്നു. പിന്നെ ഒരു 56 വയസ്സുള്ള ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട എന്തോ. അതിപ്പോ ഇന്ന് ഞാന് ഡ്യൂട്ടിയില് ഞാൻ ടേക്ക് കെയർ ചെയ്യുന്ന ഒരു അമ്മച്ചിയുടെ മകൾ, അവര് കാലിന്റെ മുട്ടിന് കുറെ നാളായിട്ട് എന്നോട് പറയുന്നുണ്ട് വേദനയാണ്. അപ്പം ഞാൻ അവർക്ക് വേണ്ടി എന്നും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഇന്ന് അവർ വന്നിരുന്നു, വീണ്ടും ആ വേദനയെ പറ്റി എന്നോട് പറഞ്ഞു. അവർക്ക് 56 വയസ്സാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാന് പ്രേയറിന്റെ ഇത് വിശ്വാസത്തിന്റെ ഇത് ഞാൻ അയച്ചു തരാം എന്നും അത് കൈവച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞാൻ ഇന്നും പ്രാർത്ഥിക്കുന്നുണ്ട് അവർക്ക്. അപ്പം അവര് കാത്തലിക്കരാണ്, ഇവിടുത്തുകാരാ. അപ്പൊ ഞാൻ ഇത് അവർക്കുള്ളതാന്ന് ഞാൻ കരുതുന്നു. തീർച്ചയായിട്ടും സിസ്റ്ററെ, ആർക്ക് വേണ്ടിയും, അത് ആർക്കും ആയിക്കോട്ടെ, എല്ലാവർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ ബാധ്യസ്ഥരാണ്. കത്തോലിക്ക ആയിക്കോട്ടെ, ബന്ധക്കോസ് ആയിക്കോട്ടെ, മാർത്തോമ ആയിക്കോട്ടെ, ഏത് യേശുവിനെ അറിയുന്നവരും അറിയാത്തവരും ആയിക്കോട്ടെ, എല്ലാവർക്കും പ്രാർത്ഥിക്കുക. എല്ലാവരോടും സുവിശേഷം അറിയിക്കുവാനാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അപ്പൊ ധൈര്യപ്പെട്ടവരെ ബലപ്പെടുത്തുക. സൗഖ്യം നടക്കുന്നത് വരെ പ്രാർത്ഥിക്കുക കേട്ടോ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു. ബ്രദറെ, എനിക്ക് ശനിയാഴ്ച ബ്രദർ ഹരി എന്ന് പറഞ്ഞ ഒരു മകനെ തൊടുന്നതായി പറഞ്ഞു. അതെന്റെ മകനാണ്. ഒരു സഹോദരി ഉണ്ട്. എന്റെ ഭർത്താവിന്റെ പേര് വെളിപ്പെടുത്തിയിരുന്നു, ബാലുന്ന്. ഇപ്പൊ എന്റെ സഹോദരന്റെ പേര് വെളിപ്പെടുത്തി. ഏറ്റെടുത്തു. കുടുംബമായിട്ട് കർത്താവ് തൊടുക കേട്ടോ. യേശുവിന്റെ നാമത്തിൽ കുടുംബമായിട്ട് കർത്താവ് സാക്ഷിയാക്കാൻ വേണ്ടിയാണ് ഈ വെളിപ്പെടുത്തുന്ന മുഴുവനും. ഏറ്റെടുത്ത് ദൈവത്തിന്റെ നാമഹത്വമായിട്ട് തീരും കേട്ടോ. ഗോഡ് ബ്ലസ് യു. ഇപ്പൊ ഒരാലോചന പറഞ്ഞു. പറഞ്ഞ ഒരു സ്ത്രീ മുഖാന്തരം വളരെയേറെ ഭാരപ്പെടുന്ന ഒരു ഭവനമൊന്ന്, അതെന്റെ ഭവനമാണ്. ഏറ്റെടുത്തു. ഇന്ന് ആ വിഷയം കർത്താവ് പരിഹരിക്കുക കേട്ടോ.
സകല സ്തോത്രം അന്യായമായിട്ടുള്ള സ്തോത്രം വിഷയങ്ങളെ തമ്പുരാൻ ഹലോ ബ്രദർ. വെട്ടിമാറ്റി സാക്ഷിയാക്കാൻ വേണ്ടി പോവാം. സ്തോത്രം പറഞ്ഞു സ്തോത്രം ഹലോ സ്തോത്രം. ബ്രദർ. പറഞ്ഞു ഒരു സ്ത്രീ മുഖാന്തരം ഒരു കുറുക്കഴിക്കാൻ പോണോ പറഞ്ഞില്ലേ, ഉം. ലാസ്റ്റ് പറഞ്ഞു. അത് ഞാൻ ഏറ്റെടുത്ത് സിസ്റ്ററെ, കർത്താവ് അത് സാക്ഷിയാക്കും കേട്ടോ. ഞാനും ഏറ്റെടുക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഒരേ ആലോചന ഒരേപോലെ നിങ്ങൾ ഏറ്റെടുത്താൽ മതി, എടുത്ത് പറയണ്ട. മറ്റൊരാൾക്കും കൂടെ നമ്മൾ അവസരം കൊടുക്കുക കേട്ടോ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയാനുള്ളവര്? മോനെ ബ്രദറെ എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട്. സാക്ഷ്യം പറഞ്ഞു. മോനെ എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട്. പറഞ്ഞു. ഇന്നലെ മോൻ വചനം പറഞ്ഞ ഉടനെ ഒരു ജിനുവിനെ കുറിച്ച് പറഞ്ഞായിരുന്നല്ലോ. യൂട്യൂബില് ജിനുവിന് ആ ജിനു ആര് ജിനു പറഞ്ഞു. എന്റെ ഭർത്താവിന്റെ പെങ്ങടെ മകനാന്നു. ആ കുടുംബം വളരെയേറെ പ്രതികൂലങ്ങളുടെ നടുവിലായിരിക്കുക. ആ ജിനുവിന് 39 വയസ്സായി, ഇതുവരെ പെണ്ണ് കെട്ടിയിട്ടില്ല. അവർക്ക് ദുബായില് ഒരു ഓട്ടോമൊബൈലിന്റെ കടയുണ്ടായിരുന്നു, വർക്ക്ഷോപ്പും ഉണ്ടായിരുന്നു. പെങ്ങടെ കല്യാണത്തിന് നാട്ടിൽ വന്ന ഉടനെ ഈ കടയും തീ പിടിച്ചു പോയി. അങ്ങനെ അവരുടെ വരുമാനം മുഴുവൻ നഷ്ടപ്പെട്ടു. ഇപ്പൊ അവര് ദുബായിലാന്നു. ആ കുടുംബം ഇന്ന് വളരെ കഷ്ടതയുടെ നടുവിൽ ജീവിക്കുക. ഇന്ന് ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. ആ മകന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചോണം. നിങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ആ കർത്താവ് വെളിപ്പെടുത്തി അവരെ പറയണം. ഇതേപോലൊരു പ്രാർത്ഥനയിൽ പേര് വെളിപ്പെടുത്തി വിഷയങ്ങളെ കർത്താവ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാൻ തയ്യാറെങ്കിൽ, യേശുവിലേക്ക് ബലപ്പെടാൻ തയ്യാറെങ്കിൽ കർത്താവ് വിഷയത്തെ പരിഹരിക്കുമെന്ന് ധൈര്യമായിട്ട് പറഞ്ഞോണം. കാര്യം നമുക്ക് ദൈവം തന്ന ഉറപ്പായുണ്ട്, അവരത് അനുസരിക്കും. കർത്താവ് സാക്ഷിയാക്കും കേട്ടോ. ഗോഡ് ബ്ലസ് യു. കർത്താവ് സമൃദ്ധമായിട്ട് നടക്കട്ടെ. സാക്ഷികളുണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. ബ്രദറെ എന്തോ പറഞ്ഞു ഹലോ പറഞ്ഞു ബ്രദറെ, ഞാനാണ് പാലക്കാട്ടിൽ നിന്ന് സാവിത്രിയാണ്. പറഞ്ഞു. നേരത്തെ സുമ എന്ന് പറഞ്ഞില്ലേ, അത് എന്റെ അനിയത്തിയുടെ മോളാണ്. ഞാൻ ബ്രദറിനോട് പറഞ്ഞു, തൃശ്ശൂർ വന്നപ്പോ ഈ കുട്ടി ഒരു സ്കീമിൽ ചേർന്നിട്ട് മൊബൈൽ വഴി 2.5 ലക്ഷം രൂപ നഷ്ടപ്പെടുത്തിയ ഒരു കുട്ടിയാണ്. അത് കാരണം വീട്ടിൽ മൊത്തവും മനസ്സമാധാനം എല്ലാം പോയി. അതുപോലെ തന്നെ ഈ 6 വർഷമായിട്ട് ഈ കുട്ടി ഈ മാനസിക പ്രശ്നമായിട്ട് ജോലിയൊന്നും ശരിയാവില്ല. എഞ്ചിനീയറിംഗ് കഴിഞ്ഞ കുട്ടിയാണ്. അതിപ്പോ എന്റെ ഭർത്താവുമായിട്ട് ശരിയാകാണ്ട് എന്റെ കൂടെ വന്നിരിക്കുകയാണ്. എനിക്ക് പ്രാർത്ഥനയിലൊന്നും കയറാൻ പറ്റാതെ വല്ലാത്ത വിഷമത്തിലിരിക്കുകയാണ് ആ കുട്ടി വിട്ടുള്ളത് കാരണം. അപ്പൊ ഈ കുട്ടിന്റെ പേര് പ്രജിത്ത് എന്നാണ്. 6 വർഷമായിട്ട് എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ജോലിയൊന്നും ശരിയായിട്ടില്ല. ഒരു ഇന്റർവ്യൂക്കും പോയാലും ഒന്നും ശരിയാവില്ല. അത് പോയതുപോലെ തന്നെ വരും. ഒന്നും ഇതുവരെ അവളുടെ കൂടെയുള്ള കുട്ടികളെല്ലാം പഠിച്ചിപ്പോ 2 ലക്ഷം 3 ലക്ഷം രൂപ ശമ്പളം വാങ്ങിക്കുന്നു. ഇവളൊരു ഗ്ലാസ് കമ്പനി കണ്ണിന്റെ ഉള്ളിൽ വെക്കുന്ന ഒരു ലെൻസ് ഉണ്ട്. ഈ ഓഫീസിന്റെ പേര് പ്രജിത്ത് എന്നാണ്. 6 വർഷമായിട്ട് എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ജോലിയൊന്നും ശരിയായിട്ടില്ല. ഒരു ഇന്റർവ്യൂക്കും പോയാലും ഒന്നും ശരിയാവില്ല. ബ്രദർ ഒരു കാര്യം പറഞ്ഞു, ഒരു സ്ത്രീ മൂലം ഒരു കുടുംബം മൊത്തവും വല്ലാത്ത അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ്. അപ്പൊ ഇവര് തൂങ്ങി മരിച്ചാണ്. അതിന്റെ ആത്മാവ് ഇവരുടെ കുടുംബത്തിലെ മൊത്തവും മക്കളിലെല്ലാം താളം തെറ്റിച്ചുകൊണ്ടിരിക്കുക. അച്ഛനും അമ്മയും മരിക്കേണ്ട ഒരു അവസ്ഥയിലെത്തി. അത്രയും വിഷമം സഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബമാണ്. ഇന്ന് പ്രാർത്ഥനയിൽ ഈ 3 കാര്യങ്ങളും ബ്രദർ പറഞ്ഞിരുന്നു. തീർച്ചയായിട്ടും കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോണം. കർത്താവ് കുടുംബത്തെ രക്ഷയിലേക്ക് കൊണ്ടുവരാൻ നിങ്ങളുടെ പ്രാർത്ഥനയെ കർത്താവ് ഉപയോഗിക്കുക. നിങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കുക അവർക്ക് വേണ്ടി. ഈ ആലോചനയ്ക്കകത്തുനിന്നുകൊണ്ട് പ്രാർത്ഥിക്കുക. കർത്താവ് അത് സാക്ഷ്യമാക്കി മാറ്റും കേട്ടോ. ദൈവം അത്ഭുതങ്ങളാൽ നിറയ്ക്കും. ദൈവം സാക്ഷിയാക്കി മാറ്റും. ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയാൻ വേണ്ടി ഉള്ളവരുണ്ടെങ്കിൽ? സാക്ഷ്യമാണ് ഈ സമയത്ത്. ബ്രദറെ, ഞാൻ ഒരു സാക്ഷ്യം പറഞ്ഞോട്ടെ? പറഞ്ഞു സിസ്റ്ററെ. ബ്രദറെ, എനിക്ക് 2 കാലും വയ്യാത്ത, നടുവും വയ്യാത്ത, നടുവിന് ഓപ്പറേഷൻ എടുക്കാൻ ഞാൻ പറഞ്ഞിട്ടുള്ളതാ അത്. പക്ഷെ ഞാൻ ഒരു 4 വർഷം കൊണ്ട് എനിക്ക് കുറച്ച് സ്ഥലമുണ്ട്, റെയിൽവേ സ്ഥലവും കുറെ കുന്നിന്റെ മണ്ടയാ. അവിടെ പറങ്കാവൊക്കെ ഉള്ളേ. ഞാൻ 4 വർഷമായി അവിടെ പോയിട്ടും പറക്കിയിട്ടും ഒക്കെ. ഇപ്പൊ ഈ പ്രയറിൽ കയറാൻ തുടങ്ങി. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്റെ അധ്വാന ഫലം ഞാൻ തന്നെ ഭക്ഷിക്കുമെന്ന് തമ്പുരാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. എനിക്ക് അവിടെ പോകണം, എനിക്ക് അണ്ടി പറക്കണമെന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കും. ഈ പ്രാവശ്യം ഞാനിപ്പോ അവിടെ പോയി 33 കിലോ പറങ്ങാണ്ടിയോളം പറക്കി. എനിക്ക് ഒട്ടും നടുവൊന്നും വയ്യാത്ത, നടക്കാനൊന്നും പറ്റത്തില്ല, ഭയങ്കര പാടാ. എന്നാലും ഞാൻ അതെല്ലാം ചെയ്തു. 2 പ്രാവശ്യം ഞാൻ അവിടെ മറിഞ്ഞു വീണു ബ്രദറെ. ഭയങ്കര പൊക്കത്തു നിന്നൊക്കെ ഞാൻ മറിഞ്ഞു വീണു. പക്ഷെ ഉരുണ്ടിഞ്ഞ് താഴെ വരും, കാട്ടിനകത്തൂടെ ഒക്കെ താഴെ വരും. എനിക്കൊരു പോറല് പോലും ഏറ്റിട്ടില്ല, എനിക്കൊന്നും പറ്റിയിട്ടില്ല ഇന്ന് ഞാൻ പോയിട്ട് വന്നതാ. ഞാൻ പോകുമ്പോഴെല്ലാം ബ്രദറിന്റെ വാചന ഇതിങ്ങനെ
ഇത് മൊത്തത്തിൽ യൂട്യൂബിലുള്ള എല്ലാം എടുത്തിട്ട് കേട്ടോണ്ടാ നിൽക്കുന്നത്. പക്ഷെ ഞാൻ ഓരോ ട്രിപ്പ് വീഴുമ്പോഴും എനിക്ക് ശരീരത്തിന് കൂടുതലായിട്ട് ആരോഗ്യം വരുന്നതേ ഉള്ളൂ. എനിക്ക് ഈ നടുവിന്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. എനിക്കത് എങ്ങനെ പറയണോന്ന് പോലും അറിയത്തില്ല. അതുപോലെ ഒരു അവസ്ഥയിലുള്ള ഒരു വീഴ്ചയാണ് ഞാൻ 2 ദിവസത്തിന് മുമ്പേ വീണത്. എനിക്കൊന്നും പറ്റിയില്ല. ഞാൻ റെയിൽവേ റോഡ് വഴി കുറേ നടക്കണം ഇനി വീട്ടിൽ വരണമെങ്കിൽ. ഞാനൊരു 4 കിലോ 5 കിലോ പറങ്ങാണ്ടിയൊക്കെ കൊണ്ട് റെയിൽവേ റോഡ് വഴി നടക്കും. എനിക്ക് 1 കിലോ പോലും ഭാരം എടുത്തോണ്ടും ഇച്ചിരി നടക്കരുതെന്നൊക്കെ പറഞ്ഞേക്കുന്നത്. അങ്ങനെയുള്ള ഞാൻ ഇതെല്ലാം ചെയ്യുന്നു ബ്രദറെ. എന്റെ തമ്പുരാൻ എന്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. കർത്താവ് എന്നെ തീർച്ചയായിട്ടും കൂടുതൽ സിസ്റ്ററെ